അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, അൽ-അർബഊന അൻ-നവവിയുടെ 15ാമത്തെ ഹദീസാണ് ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് വായിക്കാനുള്ളത്. ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന, നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഹദീസ് കൂടിയാണിത്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത് വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യുക്രിം ജാറഹു വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യുക്രിം ളൈഫഹു. റവാഹുൽ ബുഖാരി വ മുസ്ലിം. ഇമാം ബുഖാരി മുസ്ലിമും അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫല്യുക്രിം ജാറഹു, അവൻ്റെ അയൽവാസിയെ ആദരിക്കട്ടെ. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യുക്രിം ളൈഫഹു, ആരെങ്കിലും അള്ളാഹുവേയും അന്ത്യദിനത്തെയും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ അതിഥിയെ ആദരിച്ചു കൊള്ളട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3 കാര്യങ്ങളാണ് ഈ ഹദീസിലുള്ളത്. ഒന്നാമത്തെ കാര്യം നമ്മുടെ സംസാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മുടെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ള കാര്യമാണ് അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം അത് നമ്മുടെ അയൽവാസികളോടുള്ള കടമയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവരെ ആദരിക്കേണ്ടതുണ്ട് എന്നതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തേത് നമ്മുടെ വീടുകളിലേക്ക് വരുന്ന അതിഥികളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവരെയും ആദരിക്കേണ്ടതുണ്ട് എന്നറിയിക്കുന്ന ഹദീസാണിത്. ഈ ഹദീസിനെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഈ ഹദീസ് ഉസൂലുൽ ആദാബ്, മര്യാദകളുടെ അടിസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ഹദീസാണ് എന്നാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. ദീനുൽ ഇസ്ലാമിലെ എല്ലാ മര്യാദകളും 4 ഹദീസിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ്. ആ 4 ഹദീസുകളും ഇമാം നവവി റഹ്മഹുല്ലാഹ് ഈ അൽ-അർബഊന അൻ-നവവിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ ഹദീസ് നാം നേരത്തെ വായിച്ച ഒരു ഹദീസാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല അവൻ തനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം തൻ്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ. അതിൻ്റെ വിശദീകരണത്തോടു കൂടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു ഹദീസ്. അദബുകളുടെ 4 ഹദീസിൽ ഒന്നതാണ്. രണ്ടാമത്തേത് ഈ ഹദീസാണ്, നമ്മുടെ ഇപ്പോൾ വായിച്ചിട്ടുള്ള ഈ ഹദീസാണ്. മൂന്നാമത്തെ ഹദീസ് സഹോദരങ്ങളെ, ഇതിന് ശേഷം വരാൻ പോകുന്ന 16ാമത്തെ ഹദീസാണ്. ലാ തഗ്ളബ്, നിങ്ങൾ കോപിക്കരുത് എന്നറിയിക്കുന്ന ഒരു ഹദീസാണ്. 4ാമത്തെ ഹദീസ് അത് നമ്മൾ കഴിഞ്ഞിട്ടുള്ളതാണ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, ഒരുവൻ്റെ ഏറ്റവും നല്ല ഹുസ്നുൽ ഇസ്ലാമിൽ പെട്ടതാണ് അവനെ ബാധിക്കാത്ത കാര്യം അവൻ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്. ഈ 4 കാര്യങ്ങളും ഈ 4 ഹദീസുകളും ഇതാണ് ഉസൂലുൽ ആദാബ്, അടിസ്ഥാനം, നമ്മുടെ അദബുകളുടെ വിഷയത്തിൽ അടിസ്ഥാനമെന്ന് അറിയപ്പെടുന്നത്. ഇതിൽ നിന്നാണ് ബാക്കിയുള്ള മര്യാദയുമായി ബന്ധപ്പെട്ട എല്ലാ ഹദീസുകളും വന്നിട്ടുള്ളത് എന്നാണ് സഹോദരങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഹദീസിൽ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് 3 പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്നാണ്. നമുക്ക് കാണാൻ സാധിക്കും ഖുർആനിലും അതുപോലെ മറ്റ് ഒട്ടനവധി ഹദീസുകളിലും ഈ ഒരു പ്രയോഗം കാണാൻ സാധിക്കും. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുക എന്നുള്ള ഒരു പ്രയോഗം കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഈമാൻ കാര്യങ്ങളിൽ അള്ളാഹുവിലുള്ള വിശ്വാസവും അന്ത്യദിനത്തിലുള്ള വിശ്വാസവും അതുമാത്രം ഒരുമിച്ച് പറഞ്ഞിട്ടുള്ളത്? പണ്ഡിതന്മാർ പറയുന്നു അതിന് 4 കാരണങ്ങളുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത്, ഇത് ഇഖ്തിസാറിൻ്റെ വജ്ഹിൽ ചുരുക്കി പറഞ്ഞതാണ്. അൽ ഈമാനു ബില്ലയും അൽ ഈമാനു ബിയൗമിൽ ആഖിറും ചുരുക്കി പറഞ്ഞതാണ്. ഇതിലെല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ ഇവിടെയൊക്കെ കാണുന്നത് മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് ഉദ്ദേശിക്കുന്നത് മൻ കാന യുഅ്മിനു ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി, അതുപോലെ തന്നെ വൽ ഖദരി ഖൈരിഹി മിൻ ശർരിഹി വൽ യൗമിൽ ആഖിർ, ഇത്രയും പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം ഷോർട്ടാക്കിയിട്ട് പറഞ്ഞതാണ് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചുരുക്കി കൊണ്ട് പറയുക എന്നുള്ള
ഒരു രീതി സ്വീകരിച്ചതാണ്. അതല്ലെങ്കിൽ 6 വിശ്വാസ കാര്യങ്ങളും അടിസ്ഥാനങ്ങളായ ഉസൂലുൽ ഈമാൻ എന്നറിയപ്പെടുന്ന 6 കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. രണ്ടാമതൊരു കാരണമായി അവർ പറഞ്ഞത്, ഏതൊരു പ്രവർത്തനത്തിനും ഒരു സൽക്കർമ്മത്തിനും അതിനെ പ്രേരിപ്പിക്കുന്നതായ ഒരു കാര്യവും വേണം, ഒരു ബാഇസ് വേണം, അതിന് പ്രേരണയായിട്ടുള്ളൊരു കാര്യവും വേണം. അതുപോലെ അതിന് ഇന്നാലിന്ന പ്രതിഫലമുണ്ടെന്ന് അറിയിക്കുന്ന ഒരു ജസാ പറയുന്ന ഒരു കാര്യവും വേണം. അതാണ് നമുക്ക് അമൽ നന്നായി ചെയ്യാൻ നമ്മളെ സഹായിക്കുക. ഇവിടെ മൻകാന യുഅ്മിനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അതൊരു പ്രേരണയാണ്. നമ്മുടെ ഏതൊരു കർമ്മവും അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വഅദിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിലെല്ലാം കൃത്യമായി വിശ്വസിച്ചുകൊണ്ട് ഒരാൾ അമല് ചെയ്യണം എന്ന കാര്യം അറിയിക്കുന്നുണ്ട്. അതുപോലെ അത് നമ്മൾ ഇഖ്ലാസിനെ നേരെയാക്കുന്നുണ്ട്. അള്ളാഹുവിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അമലുകൾ ശരിയാവുകയുള്ളൂ, ഇഖ്ലാസ് ഉണ്ടാവുകയുള്ളൂ. അതുപോലെയുള്ള ഒരുപാട് ഹദീസുകൾ വേറെയും വന്നിട്ടുണ്ട്. റമളാനിൻ്റെ വിഷയത്തിലൊക്കെ മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും റമളാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചു ഈമാനൻ വിശ്വാസം അത് നേരെയാക്കിക്കൊണ്ടാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കിയിട്ടുള്ള അള്ളാഹുവിലുള്ള വിശ്വാസം അവന് കൃത്യമാക്കിക്കൊണ്ട്, അതുപോലെ ഇഹ്തിസാബുണ്ട് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ നോമ്പെടുത്താലാണ് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അള്ളാഹു തആല പുറത്തു തരുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സഹോദരങ്ങളെ, അൽ ഈമാനു ബില്ലാഹ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരാൾക്ക് അമലുകൾ ചെയ്യാനുള്ള പ്രേരണയാണ്. അതുപോലെ തന്നെ അൽ ഈമാനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് പറയുന്നത് ഒരാൾക്ക് പ്രതിഫലം പ്രതീക്ഷിക്കുകയാണ്. അല്ല, ആഖിറത്തിൽ ആരെങ്കിലും ആഖിറത്തിനെ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിനക്ക് പ്രതിഫലം വേണോ? നീ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ട് നീ പ്രവർത്തിക്കുക, എങ്കിൽ നിന്റെ പ്രവൃത്തി ശരിയാകും. എന്നിട്ട് നീ ഉന്നതമായ പ്രതിഫലം ആഖിറത്തിൽ പ്രതീക്ഷിക്കുക. അപ്പോൾ ആ പ്രവൃത്തി ചെയ്യാനുള്ള ഒരു പ്രേരണയും അതുപോലെ അത് ചെയ്താൽ ഇന്ന നേട്ടമുണ്ട് എന്ന് അറിയിക്കലും ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പല കർമ്മങ്ങളിലും മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന രൂപത്തിൽ ഉപയോഗിച്ചത് എന്നാണ് പറയുന്നത്. മൂന്നാമത്തൊരു വജ്ഹായിട്ട് പറയുന്നത് സഹോദരങ്ങളെ, മനുഷ്യരിൽ അധിക ആളുകളും പിഴച്ചുപോയിട്ടുള്ളത് അത് ആഖിറത്തിൻ്റെ വിഷയത്തിലാണ്. ഒന്നിൽ അതിനെ നിഷേധിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ആഖിറത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് പലരും പിഴച്ചുപോയിട്ടുള്ളത്. അതുകൊണ്ട് അവർ ഹിദായത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ആഖിറത്തുള്ള വിശ്വാസം അത് വളരെ കൃത്യമാക്കേണ്ടതുണ്ട്. പരലോകത്തിലുള്ള വിശ്വാസം അത് കൃത്യമാക്കേണ്ടതുണ്ട്. കാരണം അത് ഗൈബിയായ കാര്യമാണ്, നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകാത്ത കാര്യമാണ്. അതുകൊണ്ട് ആഖിറത്തിൻ്റെ വിശ്വാസം അത് കൃത്യമാക്കേണ്ടതുണ്ട്. അത് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാനാണ് മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന കാര്യം എടുത്തെടുത്ത് പറയുന്നത്. അതല്ല എങ്കിൽ എല്ലാ വിശ്വാസ കാര്യങ്ങളും മലായിക്കത്തുകളും കുത്തുബും റുസുലും എല്ലാം നമുക്ക് വേണ്ടത് തന്നെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാലാമതൊരു അഭിപ്രായമായി പണ്ഡിതന്മാർ പറഞ്ഞത് അത് ഉസ്ലൂബു തർഗീബി വ തർഹീബാണ്. ഉസ്ലൂബ് തർഗീബി വ തർഹീബ്, അമലുകൾ ചെയ്യാനുള്ള പ്രേരണയും അതുപോലെ അമലുകളിൽ നിന്നും തെറ്റായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള താക്കീതുകളും അടങ്ങുന്ന ഒരു ശൈലിയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സൽക്കർമ്മമാണ് പറയുന്നതെങ്കിൽ, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയാണെങ്കിൽ അവൻ ഇന്നത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടൊരു സൽക്കർമ്മം ചെയ്യാനുള്ള കൽപ്പനയാണെങ്കിൽ അതൊരു തർഗീബാണ്, നിന്നെ പ്രോത്സാഹിപ്പിക്കലാണ്. അഥവാ നിനക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് ഇന്നാലെന്ന പ്രതിഫലം കിട്ടും എന്ന് പറയലാണ്. ഇനി അതിനുശേഷം ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നെങ്കിൽ അവൻ ഇന്നത് വിട്ടു നിൽക്കട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാതിരിക്കട്ടെ എന്നൊക്കെ കാര്യമാണ് പറയുന്നതെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവനെ പേടിപ്പിക്കലാണ്. കാരണം അങ്ങനെ ചെയ്താൽ പരലോകത്ത് വെച്ച് അതിന് ശിക്ഷ നിനക്ക് ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് അറിയിക്കുന്ന കാര്യമാണ്. ഇതൊക്കെയാണ് പണ്ഡിതന്മാർ അൽ ഈമാനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് ഒരുമിച്ച് പറഞ്ഞതിൻ്റെ 4 കാരണങ്ങളായി പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കൂ, ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, അത് നാവിനെ സൂക്ഷിക്കേണ്ട കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ സംസാരം അത് കൃത്യത വരുത്തേണ്ടത് കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെപ്പോഴും ഓർത്തിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് നമ്മൾ പറയുന്ന എല്ലാ വാക്കുകളും അത് എഴുതി രേഖപ്പെടുത്താനായി മലക്കുകളുണ്ട് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 2 മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ വായിൽ നിന്ന് വരുന്ന മുഴുവൻ കാര്യങ്ങളും അപ്പടി രേഖയാക്കി സൂക്ഷിക്കുക എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഖാഫിൽ പറഞ്ഞല്ലോ, മാ യൽഫദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി
റഖീബുൻ അതീദ് മാ യൽഫദു മിൻ ഖൗൽ, അവൻ ഒരു വാക്കും ഉച്ചരിക്കുന്നില്ല, ഒരു സംസാരവും അവൻ്റെ വായിൽ നിന്നും പുറത്തേക്ക് വരുന്നില്ല. ഇല്ല ലദൈഹി, അവൻ്റെ അടുക്കൽ ഉണ്ടായിട്ടല്ലാതെ റഖീബുൻ അതീദ്, അത് കൃത്യമായി രേഖപ്പെടുത്താൻ ഒരുങ്ങി തയ്യാറായി നിൽക്കുന്ന ആളുകൾ, അഥവാ 2 മലക്കുകൾ, കിറാമൻ കാത്തിബീൻ എന്ന് പറഞ്ഞ ആദരണീയനായ 2 മലക്കുകളുണ്ട്. അവരതിനെ എഴുതി രേഖപ്പെടുത്താനായിട്ടല്ലാതെ ഒരു കാര്യം നമ്മൾ പറയുന്നില്ല. മാ യൽഫദു മിൻ ഖൗൽ എന്നാണ് പറയുക, ഒരു വാക്കുമില്ല, എല്ലാ കാര്യങ്ങളും അത് എഴുതി രേഖപ്പെടുത്തും. മലക്കുകൾ അത് മറന്നു പോകുകയോ അവർ അശ്രദ്ധയിലായി പോവുകയോ ചെയ്യുന്നില്ല. നമ്മൾ രാത്രി പറഞ്ഞാൽ മലക്കുകൾ അശ്രദ്ധയിലായിപ്പോയി ഉറങ്ങിപ്പോയി എന്നില്ല, കാരണം രാത്രിയിലേക്കായിട്ടുള്ള മലക്കുകളുണ്ട്. നമ്മൾ പകൽ പറഞ്ഞാൽ ഏത് നേരം പറഞ്ഞാലും സഹോദരങ്ങളെ അത് എഴുതി രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ്. നമ്മളൊരു അരമണിക്കൂർ സംസാരിച്ച ചില പണ്ഡിതന്മാരുടെ അതിൻ്റെ തഫ്രീഖ് അത് എഴുതി വരുന്ന സമയത്ത് തന്നെ 10ഓ 15ഓ ഒക്കെ പേജുകൾ നമ്മൾ കാണുന്നുണ്ട്. ഒരു അരമണിക്കൂറുള്ളൊരു പ്രഭാഷണം അത് എഴുത്തായിട്ട് വരാറുണ്ട്, അതേപോലെ ചെയ്ത് വരാറുണ്ട്. അത് നമ്മൾ 10-15 പേജൊക്കെ കാണും, വെറും അരമണിക്കൂർ സംസാരിച്ചാലാണ്. ഒരു ദിവസം നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര പേജുകളായിരിക്കും? ഒരാഴ്ച നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേജുകളായിരിക്കും? നമ്മളൊരു വർഷം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര പേജുകളായിരിക്കും? അതാണ് സിജില്ലാത്താണ്, ഏടുകളാണ് പരലോകത്തേക്ക് വരുന്നത്. ഓരോ മനുഷ്യൻ്റെയും നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്ന വലിയ വലിയ ഭാണ്ഡക്കെട്ടുകളായിട്ടാണ്, ഏടുകളാണ് കൊണ്ടുവരുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ചിന്ത അവൻ എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. അവൻ പറയുന്ന സംസാരങ്ങൾ അതൊരിക്കലും ആർക്കും എവിടെയും രേഖപ്പെടുത്താതെ വായുവിൽ ചേർന്ന് പോകുന്ന, അലിഞ്ഞു പോകുന്ന ഒന്നല്ല. അത് കൃത്യമായി രേഖപ്പെടുത്തി കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ മഹാനായ സ്വഹാബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ദീനുൽ ഇസ്ലാമിലെ ശ്രേഷ്ഠമായ കൽപ്പനകളൊക്കെ നിർവഹിക്കുന്ന സമയത്ത് നാവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ആദ്യം ഫർളായ 5 നേരത്തെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അതിനു പുറമെ ഓരോ ഇനത്തിലെയും സുന്നത്തുകളും പറഞ്ഞു കൊടുത്തു. രാത്രി നിസ്കാരത്തെക്കുറിച്ച്, അതുപോലെ സുന്നത്തായ സദഖകളെക്കുറിച്ച്, സുന്നത്തായ നോമ്പിനെക്കുറിച്ച്, ഇങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങളൊക്കെ പഠിപ്പിച്ചത് കൊടുത്തതിന് ശേഷം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നാവ് പുറത്തേക്കിട്ട് അത് കൈകൊണ്ട് പിടിച്ചിട്ട് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ശേഷം പറയാണ്, അംസിക് അലൈക ഹാദ, നീ ഈ നാവിനെ പിടിച്ചു വെക്കണം. ഒരുപാട് സൽക്കർമ്മമൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തന്നു, നീ നാവിനെ നീ പിടിച്ചു വെക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഉടൻ തന്നെ മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്, ഇന്ന ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി, അല്ലാഹുവിൻ്റെ റസൂലേ, നമ്മൾ ഈ നാവ് കൊണ്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നമ്മൾ ശിക്ഷിക്കപ്പെടുമോ, നമ്മൾ അതുകൊണ്ട് പിടികൂടപ്പെടുമോ എന്ന് മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചോദ്യം വളരെ വിചിത്രമായി തോന്നി. ഇദ്ദേഹത്തിന് ഇത് മനസ്സിലായിട്ടില്ലേ. സകിലത്ക ഉമ്മുക യാ മുആദ്, മുആദേ, നിനക്ക് നിൻ്റെ ഉമ്മയെ നഷ്ടപ്പെടട്ടെ. ഇത് ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ പറയുന്നുണ്ട്. അർത്ഥം ഉദ്ദേശിക്കാതെ ഒരു കാര്യത്തെ ഗൗരവം ഉണർത്തുന്നതിന് വേണ്ടിയിട്ട് അറബികൾ പൊതുവെ ഉപയോഗിക്കുന്ന ചില വാക്കുകളിൽ പെട്ടതാണത്. ആ രൂപത്തിൽ, കാരണം നിനക്ക് നിൻ്റെ ഉമ്മയെ നഷ്ടപ്പെടുന്ന അത്ര വലിയ ഗൗരവമുള്ള വാക്കാണ് നീ പറയുന്നത്, നിനക്കത് അറിയില്ല, നാവ് അത് അത്ര ഗൗരവമുള്ളതാണെന്ന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, വഹൽ യുകബ്ബുന്നാസു അലാ മനാഖിരിഹിം ഔ അലാ വുജൂഹിഹിം, മനുഷ്യർ അവരെ മൂക്കുകുത്തി അല്ലെങ്കിൽ മുഖം കുത്തി നരകത്തിലേക്ക് വീഴുന്നത് ഇല്ല ഹസാഇദു അൽസിനതിഹിം, അവരുടെ നാവ് കൊയ്തെടുത്ത അതിൻ്റെ ഫലമായിട്ടല്ലാതെ മറ്റെന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുവന് സ്വർഗം ജാമ്യം നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ നാവും അവൻ്റെ ലൈംഗിക അവയവവും സൂക്ഷിച്ചാൽ മതി എന്നാണ്. അവിടുന്ന് പറഞ്ഞല്ലോ, മൻ യദ്മനു ലി മാ ബൈന ലിഹ്യൈഹി വഫഖിദൈഹി അൽമനു ലഹു അൽ ജന്ന, ആര് തൻ്റെ 2 താടിയെല്ലിനിടയിലുള്ളത്, അഥവാ നാവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്, അതുപോലെ 2 തൊടയുടെ ഇടയിലുള്ളത്, അഥവാ ലൈംഗിക അവയവത്തെ ഉദ്ദേശിച്ചാണ് പറയുന്നത്, എനിക്ക് ജാമ്യം തരുന്നുവോ, അഥവാ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കോപമുണ്ടാക്കുന്ന കാര്യത്തിൽ ഉപയോഗിക്കാതെ അതിനെ പിടിച്ചു വെക്കുന്നുവോ എങ്കിൽ അൽമൻ ലഹു അൽ ജന്ന, ഞാൻ സ്വർഗം ഞാൻ ജാമ്യം നൽകാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അതുകൊണ്ട് സഹോദരങ്ങൾ, എപ്പോഴും നമ്മുടെ നാവിൻ്റെ കാര്യം നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ചില സമയത്ത് നമ്മൾ വലിയ ഗൗനിക്കാതെ ചില പറയുന്ന സംസാരമുണ്ട്, നമ്മളതിൻ്റെ സീരിയസ്നെസ് ഉൾക്കൊള്ളാതെ പറയുക എന്ന് പറയും. നമ്മളത്ര ഉദ്ദേശിച്ചിട്ടില്ല, അത് അത്ര ഒരു പ്രശ്നമുള്ള കാര്യമാണ്. നമ്മളൊരു നേരം പോക്കിന് പറഞ്ഞതാണ്, നമ്മളൊരു കൂടിയിരുന്നപ്പോൾ ഒരു തമാശക്ക് പറഞ്ഞതാണ്, ആ രൂപത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുന്ന വാക്കുകൾ പോലും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇന്നൽ അദ്ദ ലാ തകല്ലമു ബിൽ കലിമ, ഒരു മനുഷ്യൻ ചിലപ്പോൾ ഒരു വാക്ക് പറയും,
മായതബയ്യൻ ഫിഹ, അവനത് വ്യക്തത ഉണ്ടായിട്ടില്ല, എന്താണ് പറഞ്ഞതെന്നൊരു ഉറപ്പില്ലാത്ത അങ്ങനെ ഒരു സംസാരമൊക്കെ സംസാരിക്കും. അതെന്ത് ചെയ്യും? യുസില്ലു ബിഹ ഫിന്നാരി അബ്അദ മിമ്മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ്, കിഴക്ക് പടിഞ്ഞാറ് എത്ര വിദൂരമാണോ അത്രയും ആഴത്തിലേക്ക് അവനെ നരകത്തിൽ പതിപ്പിക്കാൻ മതിയായ വാക്കാണത്. ഒരു വാക്കിനെ കുറിച്ചാണ് പറഞ്ഞത്, ഒരു പ്രസംഗത്തെക്കുറിച്ചോ ഒരു വലിയ സംസാരത്തെക്കുറിച്ചോ ഒന്നുമല്ല. ചില വാക്കുകൾ അത്ര ഗൗരവമുള്ളതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തിരിച്ചും ചില നന്മകൾ പറയുന്ന ചില വാക്കുകളും നമ്മൾ ഗൗനിക്കാത്ത ചില വാക്കുകൾ അത് വലിയ സ്വർഗത്തിൻ്റെ ഉന്നത പദവിയിലേക്ക് എത്തിക്കുന്ന വാക്കുകളുണ്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇന്ന റജുല ല യതകല്ലമു ബിൽ കലിമ മിൻ റിദ്വാനില്ലാഹ്, അള്ളാഹുവിൻ്റെ തൃപ്തി ഉൾക്കൊള്ളുന്ന ചില വാക്കുകൾ ചിലർ പറയും. ലാ യുൽഖി ലഹാ ബാലൻ, അത് പറയുന്ന സമയത്ത് അവൻ വലിയ ഗൗനിച്ചിട്ടൊന്നുമില്ല. യർഫഉഹു ബിഹാ ദറജാത്ത്, അള്ളാഹു അവനെ പടിപടിയായി അവനെ സ്വർഗത്തിൻ്റെ മുകളിലേക്ക് എത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ പറഞ്ഞതാണ് വ ഇന്ന റജുല ല യതകല്ലമു ബിൽ കലിമ മിൻ സഖ്തില്ലാ, അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന ചില വാക്കുകൾ ചില മനുഷ്യന്മാർ പറയും. മാ യുൽഖി ലഹാ ബാല, അവനും അത് പറയുമ്പോൾ വലിയ സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യഹ്വി ബിഹാ ഫി ജഹന്നം, അത് അവനെ നരകത്തിൽ പതിപ്പിക്കുന്നതാണ് എന്ന് പറയണം. അള്ളാഹു നമ്മുടെ നാവ് സൂക്ഷിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ഹദീസിൽ പറയുന്നത് അതാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫൽ യകുൽ ഖൈറൻ ഔ ലിയസ്മുത്, രണ്ട് ഓപ്ഷനേ തന്നിട്ടുള്ളൂ. ഒന്നുകിൽ അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾ രണ്ടായി വേർതിരിക്കുകയാണ്, ഒന്ന് ഖൈറും ഒന്ന് ഖൈറല്ലാത്തതും. ഒന്ന് ഖൈറും ഒന്ന് ഖൈറല്ലാത്തതും. ഖൈറാണെങ്കിൽ പറയുക, ഖൈറല്ലാത്തത് പറയണ്ട, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഷർറ് ആകണം എന്നില്ല, അല്ലേ? ഷർറ് പറയരുത് എന്നല്ല പറഞ്ഞത്. ഖൈർ പറയുക, ഖൈറല്ലാത്തത് പറയണ്ട. കാരണം ഖൈറല്ലാത്തത് ചിലപ്പം ഷർറല്ലാത്തതും ഉണ്ടാവും, പക്ഷെ എന്നാലും പറയണ്ട. ഖൈറാണെങ്കിൽ പറഞ്ഞാൽ മതി. ഷർറോ ഇനി അതല്ല ഖൈറല്ലാത്തതോ മുഴുവൻ കാര്യങ്ങളും അതൊരു ഭാഗത്തേക്ക് മാറ്റിവെച്ച് അത് പറയേണ്ടതില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കറിയേണ്ടത് നമ്മളോട് പറയാൻ കൽപ്പിച്ച ഖൈർ എന്ന് പറയുന്ന കാര്യം എന്താണ് നന്മയുള്ള വാക്കുകൾ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിൽ ഖൈറായ സംസാരത്തെക്കുറിച്ച്, നല്ല സംസാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, നിങ്ങളുടെ ധാരാളം ഈ രഹസ്യ ഗ്രൂപ്പ് ചേരലും രഹസ്യ സംസാരത്തിലൊന്നും ഒരു നന്മയുമില്ല. എന്നിട്ട് അല്ലാഹു തആല നന്മയുള്ള കാര്യം പറയുന്നുണ്ട്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇല്ലാ മൻ അമറ ബി സദഖ, ആരെങ്കിലും ഒരു സദഖ ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. ജനങ്ങളോടൊക്കെ നീ സദഖ ചെയ്യണം, പാവങ്ങളെ സഹായിക്കണം. ഇങ്ങനെ സദഖക്ക് ആരെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. ഔ മഅറൂഫിൻ, അല്ലെങ്കിൽ എന്തെങ്കിലും നന്മ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും ഖൈറായ വാക്കാണ്. ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, തെറ്റി നിൽക്കുന്ന 2 ആളുകളെ നന്നാക്കാൻ വേണ്ടി ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതും ഖൈറായ വാക്കുകളിൽ ഉൾപ്പെടുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലൊന്നാമത് പറഞ്ഞത് സഹോദരങ്ങളെ, മൻ അമറ ബി സദഖ എന്നാണ്. സദഖ കൊണ്ട് കൽപ്പിച്ച ആൾ, അത് ഖൈറായ ഏറ്റവും മുന്തിയ വാക്കായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ സദഖ കൊണ്ട് കൽപ്പിക്കുക, ഖൈറായ കാര്യങ്ങൾ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആളുകൾക്ക് നന്മ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ജനങ്ങൾക്ക് ഇഹ്സാൻ ചെയ്യുന്ന, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ, ഒരാൾ പാവപ്പെട്ട മനുഷ്യനാണ്, അയാൾക്ക് ആരെങ്കിലുമൊക്കെ സഹായിക്കണം, അയാൾ ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്ന, ജനങ്ങൾക്ക് ഇഹ്സാൻ, നന്മ എത്തുന്ന വാക്കുകളെല്ലാം തന്നെ സഹോദരങ്ങളെ എന്താണ്? അതെല്ലാം അമറ ബി സദഖ എന്ന വാക്കിൽ ഉൾപ്പെടുന്നതാണ്. അതെല്ലാം അമറ ബി സദഖ എന്ന വാക്കിൽ ഉൾപ്പെടുന്നതാണ്. അതിൽപ്പെട്ടതാണ് ജനങ്ങളുടെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുമെങ്കിൽ അതൊക്കെ ഈ അമറ ബി സദഖ. കാരണം സദഖയുടെ ഉദ്ദേശം ആളുകൾക്ക് ഖൈർ ഉണ്ടാകുക എന്നാണല്ലോ. അതേ ഖൈർ ചിലപ്പോൾ എന്ത് ചെയ്യും? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ളത്. നിനക്ക് ആരെങ്കിലുമൊക്കെ സദഖ ചെയ്യാൻ പറ്റിയിട്ടെങ്കിൽ നല്ല വാക്ക് പറയാം, നല്ല വാക്കെങ്കിലും പറയാം, അത് മതി. ചില നല്ല വാക്കുകൾ ചില ആളുകൾക്ക് വലിയ ആശ്വാസമാണ്. നമ്മൾ ഒരു ഉറുപ്പ്യ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നല്ല വാക്കുകൾ അയാൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അയാളുടെ പ്രയാസം ദൂരീകരിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ നല്ല വാക്കുകളാണ്. ഇതെല്ലാം ഈ അമറ ബി സദഖത്തിൻ എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഭാര്യമാരോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുന്നത്, ഉമ്മയോട് ഉപ്പയോടൊക്കെ സംസാരത്തിൽ അവർക്ക് സന്തോഷമുണ്ടാക്കുന്നത്, ഇതെല്ലാം ഈ ഒരു കാര്യത്തിൽ ഉൾപ്പെടും. ഇതൊരു വലിയ അടിസ്ഥാനമായി അതിൻ്റെ കീഴിൽ ഒരുപാട് കാര്യം പറയുന്നുണ്ട് എന്നാണ്. രണ്ടാമത് പറഞ്ഞത് എന്താണ്? മൻ അമറ ബി സദഖത്തിൻ ഔ മഅറൂഫിൻ എന്നാണ് പറഞ്ഞത്. നന്മയായിട്ടുള്ള കാര്യം. ഇപ്പം നന്മയായിട്ടുള്ള കാര്യങ്ങൾ പണ്ഡിതന്മാർ പറയുന്നത് അത് 3 രൂപത്തിൽ നന്മയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, അത് ഖുർആനിലോ സുന്നത്തിലോ ഒക്കെ സ്ഥിരപ്പെട്ടു വന്ന നന്മകൾ. ഖുർആൻ്റെ പാരായണം അത് നന്മയാണ്, അതുകൊണ്ട് ഒരാളത് വർദ്ധിപ്പിക്കട്ടെ എന്നാണ്. അതുപോലെ തന്നെ ദിക്റുകൾ, അറിയപ്പെട്ട ദിക്റുകളെല്ലാം നന്മയാണ്. അതൊക്കെ ആ രൂപത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വന്നിട്ടുള്ള മഅറൂഫുകളാണ്.
രണ്ടാമത്തേത് നല്ല സൽസ്വഭാവങ്ങൾ കൊണ്ട് നമ്മൾ കൽപ്പിക്കുക. മഅറൂഫായ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല സൽസ്വഭാവങ്ങൾ, ആളുകൾക്ക് നല്ല സൽസ്വഭാവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ നന്മകളാണ്. മൂന്നാമത്തേത് ദീനിനെതിരാകാത്ത പൊതുവെയുള്ള നല്ല വർത്തമാനങ്ങളെല്ലാം മഅറൂഫായിട്ട് തന്നെയാണ് പരിഗണിക്കുക. നാട്ടിലെ ആളുകൾ സംസാരിക്കുന്ന പൊതുവെയുള്ള വാക്കുകൾ അതിന് ദീനിനെതിരായിട്ടുള്ള ഒന്നുമില്ല എങ്കിൽ അതെല്ലാം മഅറൂഫ് തന്നെയാണ്, നന്മ എന്നുള്ള ഗണത്തിൽ അതും പെടുന്നതാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇനത്തിലെ 3 കാര്യങ്ങൾ. ഇതാണ് അമറബി മഅറൂഫിൻ എന്ന് പറയുന്ന രണ്ടാമത്തെ, മഅറൂഫിൻ എന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ്. മൂന്നാമത് നമ്മൾ പറഞ്ഞത് എന്താണ് ആയത്തിലുള്ളത്? ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്ന വാക്കുകൾ പറയാം. അത് വ്യക്തമാണ്. 2 ആളുകൾ തെറ്റിപ്പോയാൽ അവിടെ സഹോദരങ്ങളെ കളവുകൾ പോലും അവിടെ ഹൈറാണെന്നാണ്. കാരണം 2 ആളുകൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിനെ യോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കളവുകൾ അനുവദിക്കപ്പെടുന്ന ഒരു രംഗമാണ്. ആളുകൾക്കിടയിലുള്ള കൽബ് തെറ്റിപ്പോയാൽ അവരെ ഒരുമിപ്പിക്കാൻ, അത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലാകട്ടെ, കുടുംബക്കാരുടെ ഇടയിലാകട്ടെ, അയൽപ്പക്കക്കാരുടെ ഇടയിലാകട്ടെ, നേരത്തെ ബന്ധമുണ്ടായിരുന്ന കൂട്ടുകാർക്കിടയിലാകട്ടെ, കച്ചവടത്തിന് വേണ്ടി ഒരുമിച്ച് കൂടി പിന്നീട് തെറ്റിപ്പിരിഞ്ഞ ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്നതാകട്ടെ, അവിടെ കളവുകൾ പോലും നന്മയായിട്ടാണ് പറയുക. അപ്പോൾ നന്മ തന്നെയാണ് അവിടെ രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടി പറയുന്നതെങ്കിലോ അത് ഏറ്റവും വലിയ ഹൈറായിട്ട് അത് ഉൾക്കൊള്ളും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അത് നല്ല വാക്കുകൾ, മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് പറഞ്ഞിട്ട് ഫൽയഖുൽ ഖൈറൻ എന്ന് പറഞ്ഞാൽ അത് ഈ 3 കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഓരോന്നിലും നമ്മളതിൽ പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കുക. ഒന്ന് അമറ ബിസ്സദഖ, 2 ഔ മഅറൂഫ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. ഈ 3 കാര്യങ്ങളാണ് സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത്. അതല്ലാത്ത കാര്യങ്ങളെല്ലാം അത് ഷർറാണ്. ഇന്നത് ഷർറുകൾ ഒരുപാടുണ്ട്. അതെല്ലാം ഹൈറല്ലാത്ത കാര്യങ്ങൾ, ബാക്കിയെല്ലാം ഹൈറല്ലാത്ത കാര്യമാണ്. ബാക്കി നമ്മൾ എന്ത് സംസാരിക്കുന്നു ഈ ഇനത്തിൽ പെട്ടിട്ടില്ലെങ്കിൽ അതെല്ലാം ഹൈറല്ലാത്ത കാര്യത്തിലാണ് അതിൽ ഉൾപ്പെടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൽയഖുൽ ഖൈറൻ, അവൻ ഖൈർ പറയട്ടെ എന്നാണ് പറയുന്നത്. ഒരു കൽപ്പനാ സ്വരത്തിലാണ് പറയുന്നത്. പണ്ഡിതന്മാർ പറയുന്നത് ഈ കൽപ്പനയിൽ 2 കാര്യങ്ങൾ ഉൾപ്പെടും. ഒരു കാര്യം പറയൽ വാജിബാണെങ്കിൽ അത് നിർബന്ധമായി തീരുന്നതായിരിക്കും, നിർബന്ധമായി തീരും. ഏതുപോലെ നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നത് അതൊരു ഖൈറാണ്, അത് ചെയ്യൽ നിർബന്ധവുമാണ്. റുക്കൂഇൽ സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് പറയുന്നത് അത് ഖൈറാണ്, അത് ചെയ്യൽ നിർബന്ധവുമാണ്. സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയുന്നത് ഖൈറാണ്, അത് ചെയ്യൽ നിർബന്ധവുമാണ്. അപ്പോൾ ഫൽയഖുൽ ഖൈറൻ എന്ന് പറയുമ്പോൾ നിർബന്ധമായ കാര്യങ്ങളുണ്ട്, അതെല്ലാം അത് നിർബന്ധം എന്നുള്ള പരിധിയിലേക്ക് വരും. ഇനി മുസ്തഹബായ കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ നിസ്കാരത്തിലല്ലാതെ പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് ഖുർആൻ പാരായണം ചെയ്യും. ഇതൊക്കെ മുസ്തഹബായ കാര്യമാണ്. ദിക്റുകൾ, സ്വലാത്തുകൾ, ഇതൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കും. ഇതെല്ലാം മുസ്തഹബായ കാര്യമാണ്. അതുകൊണ്ട് ഫൽയഖുൽ ഖൈറൻ എന്ന് പറയുമ്പോൾ നിർബന്ധമായ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഖൈറായ കാര്യങ്ങൾ നിർബന്ധമായതുണ്ട്, അതുപോലെ ഖൈറായ കാര്യങ്ങൾ മുസ്തഹബായ പ്രതിഫലാർഹമായ എന്നാൽ ഒഴിവാക്കിയാൽ കുറ്റമില്ലാത്ത കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത് പറഞ്ഞത് ഔൽ യസ്മുത്ത് എന്നാണ്. ഇനി ഖൈറായ കാര്യങ്ങളില്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്നാണ്. ഇവിടെയും പണ്ഡിതന്മാർ പറയുന്നത് മിണ്ടാതിരിക്കുന്ന കാര്യങ്ങളും 2 തരത്തിലുണ്ട്. ഒന്ന് ഹറാമായ കാര്യങ്ങളാണ്, അതേ തൊട്ട് മിണ്ടാതിരിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഹറാമായ കാര്യമാണെങ്കിൽ അതേ തൊട്ട് മിണ്ടാതിരിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഏതുപോലെ ഗീബത്ത് പറയൽ, നമീമത്ത് പറയൽ, അതുപോലെ തന്നെ അങ്ങനെയുള്ള തെറിവാക്കുകൾ, മോശം സംസാരങ്ങൾ, ലൈംഗിക ചൊവ്വയുള്ള സംസാരങ്ങൾ, ഇങ്ങനെയുള്ള ഹറാമായ സംസാരങ്ങളൊക്കെ ഉണ്ടാകും. ഇതിനെ തൊട്ട് നമ്മൾ നാവിനെ പിടിച്ചു വെക്കുക, ഔൽ യസ്മുത്ത് എന്ന് പറയുന്നത് നിർബന്ധമായ കാര്യമാണ്. ഇതോടൊപ്പം പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ്, ചില വാക്കുകൾ എടുത്തു നോക്കിയാൽ പ്രത്യേകിച്ച് ഒരു തെറ്റായ വാക്കെന്നൊന്നും പറയാനില്ല, ഒരു തെറി വാക്കോ ഒരു ചീത്ത വാക്കോ എന്നല്ല. പക്ഷേ ആ വാക്ക് കൊണ്ട് വലിയ ഫസാദുകൾ ഉണ്ടാക്കുന്ന, കുഴപ്പമുണ്ടാക്കുന്ന വാക്കുകളാണ് എങ്കിൽ അതും ഷർറായ വാക്കിലാണ് ഉൾപ്പെടുന്നത്, നിർബന്ധമായും മിണ്ടാതിരിക്കേണ്ട വാക്കിലാണ് ഉൾപ്പെടുന്നത്. കാരണം ചില സ്ഥലത്ത് നമ്മൾ ചില സംസാരങ്ങൾ നടത്തി കഴിഞ്ഞാൽ അത് വലിയ ഫിത്നക്കും കുഴപ്പങ്ങൾക്കൊക്കെ കാരണമാകാൻ അത് മതി അല്ലെ. ചില വ്യക്തികളുടെ സംസാരങ്ങൾ അത് വലിയ കലാപങ്ങൾക്ക് വരെ അതുകൊണ്ട് ഉണ്ടാകുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സംസാരങ്ങൾ അത് നിഷിദ്ധമായ ഹറാമായ വാക്കുകളിലാണ് പെടുക. അതുകൊണ്ട് നിർബന്ധമായും പിടിച്ചു വെക്കേണ്ട വാക്കാണത്. ഇനി അതല്ലാത്തത് സഹോദരങ്ങളെ, നമുക്ക് ഹറാമല്ലാത്ത ചില വാക്കുകളുണ്ടാകും. അതായത് ഇത് വലിയൊരു ഹറാമായ വാക്കാണെന്ന് പറയാൻ സാധിക്കുകയില്ല. പക്ഷെ എങ്കിൽ പോലും ഔൽ യസ്മുത്ത്, ഖൈറല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കണം, ഖൈറല്ലെങ്കിൽ പറയേണ്ടതില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം പണ്ഡിതന്മാർ പറയാറുണ്ട്, ഇതൊക്കെ വിലയിരുത്തി സംസാരത്തിൻ്റെ വിഷയമൊക്കെ പറഞ്ഞല്ലോ, ഖൈറാണെങ്കിൽ പറയണം അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. ഇനി ജനങ്ങളെ നോക്കിയാൽ ജനങ്ങൾ 4ഓളം പദവികളിൽ ജനങ്ങൾ ഈ വിഷയത്തിലുണ്ട്. അതിൽ ഒന്നാമത്തേത് ഏറ്റവും മുന്തിയ ആളുകൾ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കൽപ്പന അതേപോലെ പാലിച്ചവരാണ്. അഥവാ
പറയുന്നത് ഖൈറേ പറയുള്ളൂ, ഖൈറല്ലാത്ത എല്ലാ കാര്യങ്ങളെ തൊട്ടും മിണ്ടാതിരിക്കും. ഈ ഒരു ദർജയിലെത്താനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത്. പറയുന്നത് എപ്പോഴും ഖൈറായിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞാൽ ഖൈറായ ഏതെങ്കിലും ഒരു ഇനത്തിലായിരിക്കും അവന് സംസാരം ഉണ്ടാവുകയുള്ളൂ. അതല്ലാത്തതെല്ലാം പിടിച്ചു വെക്കും. ഈ വിഷയത്തിൽ അവൻ്റെ ഈമാൻ പൂർത്തീകരിച്ചവൻ അവനാണ്. രണ്ടാമത്തത് അതിൻ്റെ താഴെയുള്ള ആളാണ്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഖൈർ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഹറാമൊന്നും പറയുന്നില്ല, ഈ കാര്യത്തിൽ ഓക്കെയാണ്. പക്ഷെ ഇവനൊരു പ്രശ്നമുണ്ട്. ഇവൻ മുബാഹായ അനുവദനീയമായ ഒരാവശ്യമില്ലാത്ത കുറേ സംസാരങ്ങൾ വർദ്ധിപ്പിക്കുന്നവരായിരിക്കും. ഖൈർ പറയുന്നത് ഖൈറാണ്, ഷെറൊന്നും പറയുന്നില്ല, ഷെറിനെ തൊട്ട് പിടിച്ചു വെച്ചിട്ടുമുണ്ട് നാവിനെ. പക്ഷേ ഇവൻ എന്ത് ചെയ്യും? അനാവശ്യമായ കുറേ സംസാരങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഖൈറാണെന്ന് പറയപ്പെടാത്ത, അവൻ ഖൈർ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഖൈർ പറയുന്നുണ്ട്, പറയുന്നതൊക്കെ ഖൈർ തന്നെയാണ്, ഷെറൊന്നും പറയുന്നില്ല. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഷെറെന്ന് പറയപ്പെടാത്ത, ഖൈറോ ഷെറോ എന്ന് പറയാൻ പറ്റാത്ത കുറേ സാധാരണ വാക്കുകളുണ്ട്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഒരു ആവശ്യത്തിനാണെങ്കിൽ അതിന് കുഴപ്പമില്ല. കാരണം അവിടെ പണ്ഡിതന്മാർ പ്രത്യേകം പറയുന്നുണ്ട്, ഇപ്പോൾ ഒരു ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ ഒരാൾ നാട്ടിലേക്ക് പോകുമ്പോൾ വഴി ചോദിക്കുന്നത് അത് തെറ്റായ കാര്യമൊന്നുമല്ല, ഒരു ആവശ്യത്തിനുള്ള കാര്യമാണ്. നല്ലൊരു നീയത്തോടു കൂടി എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം സംസാരിക്കുന്ന, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് അതൊന്നും തെറ്റല്ല. എന്നാൽ ഒരു ആവശ്യവുമില്ലാത്ത ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നവർക്ക് ആ ഒന്നാമത്തെ ഏറ്റവും മുന്തിയ സ്റ്റേജിലെത്താൻ പറ്റില്ല. അതിൻ്റെ രണ്ടാമത്തെ പദവിയിലായിരിക്കും ഉണ്ടാവുക. പറയുന്നത് ഖൈറാണ്, ഷെറൊന്നും പറയുന്നില്ല. പക്ഷേ അനുവദിക്കപ്പെട്ട ഇങ്ങനെ വാക്കുകൾ അത് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളൊരു പ്രശ്നം അവരിലുണ്ട്. അതുകൊണ്ട് അവർ രണ്ടാമത്തെ പദവിയാണ് അവർക്ക് ലഭിക്കുക. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട് സഹോദരങ്ങളെ, അവർ ഖൈർ പറയും. അവർ എന്ത് ചെയ്യും? ഖൈർ പറയും, പക്ഷേ ഷെറും പറയും. ഖൈർ പറയും, അതോടൊപ്പം ഷെറും പറയും. അതുകൊണ്ട് തന്നെ അവൻ്റെ ഖൈറും ഷെറും കൂടിക്കലർന്നൊരു സംസാരം ഉണ്ടാവുക. ഖൈറും പറയും, ഷെറും പറയും. ഇങ്ങനെയുള്ള ആളുകളുണ്ടാകും. അതേ ഇനത്തിൽ തന്നെ പണ്ഡിതന്മാർ എണ്ണിയ ചിലരാണ്, അവർ ഖൈറും പറയൂല, ഷെറും പറയൂല. അവർ ഖൈറും പറയൂല, അവരെന്ത് ചെയ്യും? അവർ ഖൈർ പറയില്ല, അതുപോലെ തന്നെ ഷെറും പറയില്ല. അപ്പോൾ അവർ പ്രശ്നക്കാർ തന്നെയാണ്. കാരണം എന്താണ്? ഖൈർ പറയേണ്ടത് പറയന്നെ വേണം, ഖൈർ പറയേണ്ടത് പറയന്നെ വേണം. അതുകൊണ്ട് അതെന്ത് ചെയ്യും? അവരും ഒക്കെ ഈ മൂന്നാമത്തെ കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. ഏറ്റവും മോശപ്പെട്ട വിഭാഗം നാലാമതൊരു വിഭാഗമുണ്ട്. അവർ ഖൈർ പറയൂല, ഷെറേ പറയും. ഖൈർ പറയുകയില്ല, ഖൈർ പറയുന്ന വിഷയമില്ല. വായെടുത്താൽ ഷെറ് മാത്രം പറയുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, ചീത്തകൾ വിളിക്കാൻ, കളവുകൾ പറയാൻ, ഇതിനൊക്കെ വേണ്ടി മാത്രം വായ തുറക്കുന്ന ആളുകൾ. ഇതാണ് ഏറ്റവും മോശപ്പെട്ട ആളുകൾ. ഈ ഹദീസിനെ നേർക്ക് നേരെ തള്ളിക്കളഞ്ഞ ആളുകൾ അവരാണ്. അവർ എന്താണ് പറയുന്നത്? അവർ ഷെറ് പറയും, അവർ ഖൈറിനെ തൊട്ട് മിണ്ടാതിരിക്കുകയും ചെയ്യും. ഖൈർ പറയില്ല. അങ്ങനെയുള്ള ആളുകൾ, ഇങ്ങനെയാണ് ജനങ്ങൾ പൊതുവേ ഉണ്ടാകാറുള്ളത് എന്നാണ്. ഈ പറഞ്ഞ സംസാരങ്ങളൊക്കെ ഒരാളുടെ നീയത്തിൽ അത് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞപ്പോഴാണ് ഈ ഹുക്കുമുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇനി ചില സംസാരം നമ്മൾ എന്ത് ചെയ്യും? ഒരു നീയത്തില്ലാതെ ഉദ്ദേശിക്കാതെ നമ്മൾ പറഞ്ഞു പോകും. നമ്മൾ അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല, നമ്മളോട് ചിന്തിക്കാതെ പറഞ്ഞു പോകുന്ന വാക്കുകളുണ്ട്. അങ്ങനെ ചില ചിന്തിക്കാതെ പറഞ്ഞു പോകുന്ന വാക്കുകളാണെങ്കിൽ, അതിൻ്റെ അർത്ഥം മനസ്സിൽ കൊള്ളാതെ നമ്മൾ വെറുതെ പറഞ്ഞു പോയ വാക്കുകളാണെങ്കിൽ അതിന് ശിക്ഷയില്ല എന്നാണ് പറയുന്നത്. അല്ലാഹു തആല പറഞ്ഞു, ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫി ഐമാനിക്കും. അപ്പോൾ വല്ലാഹി എന്ന് പറഞ്ഞിട്ട് അറബികൾക്ക് പൊതുവേ ഉള്ളൊരു ശീലമാണ്. അത് വല്ലാഹി എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും വല്ലാഹ് ആ രൂപത്തിൽ സംസാരിക്കും. അതൊരു ഐമാനായിട്ട്, സത്യം ചെയ്യുന്നതായിട്ട് പരിഗണിക്കുകയില്ല എന്നാണ്. അത് അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മറിച്ച് ഒരാൾ ഒരു സത്യം ചെയ്യാൻ വേണ്ടി വല്ലാഹി എന്ന് പറയുമ്പോഴാണ് അതിനുശേഷം അതിൻ്റെ നിയമങ്ങളൊക്കെ വരുന്നത്. അതല്ലാതെ വെറുതെ പൊതുവേ നാവിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചില വർത്തമാനങ്ങളുണ്ട്. അർത്ഥം ഉദ്ദേശിക്കാത്ത, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, സഖിലത്ക ഉമ്മുക യാ മുആദ്, നിനക്ക് നിൻ്റെ ഉമ്മയെ നഷ്ടപ്പെടട്ടെ എന്ന് പറഞ്ഞു. അത് ഉദ്ദേശിക്കുന്നില്ല, ഉമ്മ നഷ്ടപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് കാര്യത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ ആ വർത്താനം പറയുന്നതാണ്. തരിബത്ത് യദാക, നിൻ്റെ കൈകളിൽ മണ്ണ് പുരളട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൽഫർ ബിദാത്തി ദീൻ തരിബത്ത് യദാക, നീ ദീനുള്ളവളെ കല്യാണം കഴിച്ചോളൂ, നിൻ്റെ കൈ മണ്ണിൽ പുരളട്ടെ എന്ന് പറഞ്ഞാൽ നിനക്ക് ദാരിദ്ര്യം ഉണ്ടാകട്ടെ, എന്നാലും കുഴപ്പമില്ല. അവിടെ ദാരിദ്ര്യം ഉണ്ടാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥന അല്ല, മറിച്ച് അത്ര ദാരിദ്ര്യത്തിലേക്ക് എത്തിയാലും ദീനുള്ളവളെ കെട്ടലാണ് ഏറ്റവും നല്ലത്. തറവാടിത്വം, സൗന്ദര്യം ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, ദീനില്ലെങ്കിൽ അതൊന്നും ഉപകരിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത്, അങ്ങനെ നീയത്ത് ഉദ്ദേശിക്കാതെ നമ്മളൊരു ഖസ്ദില്ലാതെ സംസാരിക്കുന്ന വാക്കുകൾക്ക് സഹോദരങ്ങളെ അതെന്തില്ല, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞതാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഭാഗം. ഈ ഹദീസിൻ്റെ 3 ഭാഗത്തിൽ ഒന്നാമത്തെ ഭാഗം, അഥവാ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽ യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ
എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട വിശദീകരണം ഇതാണ്. രണ്ടാമത്തെ ഭാഗം സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറഹു. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അവൻ്റെ അയൽവാസിയെ ആദരിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ അയൽവാസികളെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള അയൽവാസികളുണ്ട്. ജാറുൻ ഖരീബ്, തൊട്ടടുത്ത അയൽവാസികൾ. രണ്ട് ജാറുൻ ബഈദ്, ദൂരത്തുള്ള അയൽവാസികൾ. അല്ലാഹു തആല ഖുർആൻ സൂറത്തുൻ നിസായിൽ പറഞ്ഞതാണ്, വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അടുത്ത അയൽവാസികളും വിദൂരത്തുള്ള അയൽവാസികളും, അല്ലേ? ഡിസ്റ്റൻ്റ് റിലേറ്റീവ് ഉണ്ടാവും, ക്ലോസ് റിലേറ്റീവ് ഉണ്ടാവും. രണ്ട് രൂപത്തിലുള്ള ബന്ധങ്ങളുണ്ട്. അതേപോലെ തന്നെ രണ്ട് രൂപത്തിലുള്ള അയൽവാസികളുണ്ട് എന്നാണ്. ഇവിടെ ഈ ജാറുൽ ഖരീബ് എന്ന് പറയുന്നത് ബന്ധം കൊണ്ട് അടുപ്പമുള്ളവരെയും ഉദ്ദേശിക്കുന്നുണ്ട്, അതുപോലെ നമ്മുടെ വീടിനെ തൊട്ടടുത്ത് താമസിക്കുന്നു എന്നുള്ള അടുപ്പം ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ്. ഈ ആയത്തിൽ അൽ ജാറു അൽ ഖരീബ് എന്ന് പറഞ്ഞാൽ, അൽ ജാറുൽ ഖരീബ് എന്ന് പറഞ്ഞാൽ രണ്ടും ഉദ്ദേശിക്കുന്നുണ്ട്. കുടുംബബന്ധം കൊണ്ട് അടുപ്പമുള്ള ആൾ, ഇപ്പോൾ ഉപ്പയുടെ അനിയനായിരിക്കും, ഉമ്മയുടെ അനിയത്തിയായിരിക്കും, ഉമ്മയുടെ ഏട്ടത്തിയായിരിക്കും. ഇവരൊക്കെ വീട്ടിൻ്റെ അടുത്തായിരിക്കണം എന്നില്ല, മറിച്ച് അത് ദൂരെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും അത് ഇതിലാണ് പെടുക. അപ്പം അവരെയും ഇതിൽ ആദരിക്കണമെന്ന് ഈ ഹദീസിൽ പെടുന്നുണ്ട് എന്നർത്ഥം. ഇനി കുടുംബബന്ധമൊന്നുമില്ല, വീട് കൊണ്ട് അടുത്തായ ആളുകളുണ്ട് കുറച്ച്, അവരെല്ലാവരും ഈ പറയുന്ന ഫല്യുക്രിം ജാറഹു എന്ന് പറയുന്ന ജാറിൽ, അയൽവാസിയിൽ അവൾ ഉൾപ്പെടുന്നുണ്ട് എന്നാണ്. ഇനി വീടുമായി ബന്ധപ്പെട്ട നമ്മുടെ അയൽവാസികൾ ആരാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിൽക്കുന്ന ആളുകളൊക്കെ നമ്മുടെ അയൽവാസികളാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, ഇന്നലി ജാറൈൻ, എൻ്റെ രണ്ട് അയൽവാസികളുണ്ട്, ഫഇല അയ്യിഹിമ ഉഹ്ദി, ഇവരിൽ ആർക്കാണ് ഞാനൊരു ഹദിയ കൊടുക്കുക? അവരങ്ങനെ ചോദിക്കാൻ കാരണം എന്താണ്? രണ്ടാൾക്കും കൊടുക്കാനില്ല, ഹദിയ കൊടുക്കാൻ ഒരു സാധനമേ ഉള്ളൂ, രണ്ടു പേർക്കും എത്തിക്കാനുള്ളതില്ല. അപ്പോൾ രണ്ട് അയൽവാസികൾ എനിക്കുണ്ട്, ആരോടാണ് എനിക്ക് കൂടുതൽ ബന്ധം, ആർക്കാണ് ഞാൻ ഹദിയ കൊടുക്കേണ്ടത്? ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല അഖ്റബിഹിമാ മിൻക ബാബൻ, നിൻ്റെ വാതിലിനോട് ഏറ്റവും അടുത്ത ആളാരാണ്? അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റു വീടിൻ്റെ ഗേറ്റിൻ്റെ നേരെ മുന്നിലും ചിലപ്പോൾ ഒരു വീടുണ്ടാകും, ഇപ്പുറത്തെ ഭാഗത്ത് അവൻ കുറച്ച് അപ്പുറത്തായിരിക്കും, ചെറിയ വ്യത്യാസം ഉണ്ടാകും. അവൻ്റെ വാതിലും നമ്മളെ വാതിലും ആയിരിക്കും ഏറ്റവും അടുത്ത്, എങ്കിൽ അവനാണ് കൂടുതൽ ഹക്ക് എന്നാണ്. അല്ലെ, മറ്റവൻ തൊട്ടടുത്ത് തന്നെയാണ്, വീട് കാണുന്നൊക്കെ ഉണ്ട്, പക്ഷെ അവൻ്റെ ഗേറ്റ് അപ്പുറത്താണ്, നേരെ അടുത്തല്ല. അപ്പോൾ നേരെ അടുത്തുള്ള ഗേറ്റുള്ളവനാണ് കൂടുതൽ ഹക്കുള്ളവൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. അത് സഹോദരങ്ങളെ അങ്ങനെ തന്നെയാണ്. നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ നമ്മുടെ അയൽവാസികളാണ്. പക്ഷേ ആ അയൽപ്പക്ക ബന്ധം എത്ര ആളുകളാണ് നമ്മുടെ അയൽവാസികളായിട്ട് പരിഗണിക്കുക? ഉലമാക്കൾ ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു 4 ദിക്കിലും 40 വീടുകളെന്നാണ്. പഴയകാലത്ത് അത് വലിയ ദൂരത്തേക്ക് എത്തുകയില്ല, കാരണം അടുത്തടുത്ത് ചെറിയ ചെറിയ വീടുകളാണ് പഴയ കാലത്ത് ഉണ്ടാവുക. അങ്ങനെ പറഞ്ഞത് കാണാൻ സാധിക്കും. വേറെ ചിലർ പറഞ്ഞു, നിൻ്റെ അയൽവാസികൾ എന്ന് പറഞ്ഞാൽ നിൻ്റെ സമീപ പ്രദേശത്ത് താമസിക്കുന്ന, നിന്നോടൊപ്പം നിസ്കാരത്തിന് പങ്കെടുക്കുന്ന ആളുകളാണ്. ഒരേ മസ്ജിദിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ടാവും, ഒരു മഹല്ലിൽ ആളുകൾ എന്നൊക്കെ നമ്മൾ പൊതുവെ പറയുന്നത്, ഇതൊക്കെ നിൻ്റെ അയൽവാസികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ശരിയായ അഭിപ്രായമായി ഇത്തരത്തിൽ ശരീഅത്തിൽ പ്രത്യേകം ഒരു വാബിത്ത്, ഒരു ഇന്നതാണ് എന്ന് പറയപ്പെടാത്ത കാര്യങ്ങളെല്ലാം മടക്കാറുള്ളത് ഉറുഫിലേക്കാണ്. നാട്ടിൽ ഏതാണ് അയൽവാസികൾ എന്ന് പറയുന്നത് പൊതുവെ ഇപ്പോൾ, കാരണം അത് മാറും. ഒരു കാലത്ത് 40 വീട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് അത് ആ കാലത്തെ കാര്യം അനുസരിച്ചിട്ട് പറഞ്ഞതാണ്. ഇന്ന് കാലത്ത് 40 വീട് 4 ഭാഗത്തേക്കും പോയാൽ ഒരു വലിയ പഞ്ചായത്ത് തന്നെ ചിലപ്പോൾ ആവും, അല്ലേ? 160 വീട് എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് നിറയെ ആളാകും. അവരെല്ലാവരും ആദരിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഇന്ന് പൊതുവെ അയൽവാസികൾ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് അറിയപ്പെടുക? നമ്മൾ ഈ വീട്ടിൻ്റെ, ഈ മസ്ജിദിൻ്റെ ഒരു അയൽവാസികൾ എന്ന് പറയുമ്പോൾ എത്ര ആളുകൾ ഉൾക്കൊള്ളും? ഇന്നത്തെ ഒരു ഉറുഫ് പ്രകാരം, നടപ്പ് പ്രകാരം അതാണ് അയൽവാസികൾ. അങ്ങനെയുള്ള കാര്യത്തിന് അവരാണ് അയൽവാസികൾ. എന്തിനാണ് നമ്മൾ അത് അറിയുന്നത്? കാരണം ഈ അയൽവാസികൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഈ പറയുന്ന ഫല്യുക്രിം ജാറഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം ആരെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്? ഹദീസിൽ പറഞ്ഞു, നമ്മുടെ വാതിലിനോട് ഏറ്റവും അടുത്തുള്ളവരാണ് ആദ്യം പരിഗണിക്കുക. അവരാണ് നമുക്ക് അയൽവാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹക്കുള്ളവർ അവരായിരിക്കും. പിന്നെ തൊട്ടപ്പുറത്ത്, അല്ലേ? ഇങ്ങനെ 3-4 വീട് ഇങ്ങനെ ഉണ്ട്. ഏറ്റവും അവിടെ നിന്നല്ല, ഏറ്റവും അടുത്തുള്ളതിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. എന്ന് വെച്ചാൽ ചില സമയത്ത് നമുക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള സാധനം ഉണ്ടാവില്ല, കുറച്ചെന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കി, അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കില്ല. എന്ത് ചെയ്യണം? ആദ്യം തൊട്ടടുത്തുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ആ വിഷയവുമായി ബന്ധപ്പെട്ട് വരാം. എന്താണ് ഇക്റാം ചെയ്യുക എന്ന് പറഞ്ഞാൽ? എന്താണ് ഫല്യുക്രിം ജാറഹു, നിൻ്റെ അയൽവാസിയെ ആദരിക്കുക എന്ന് പറഞ്ഞു. ഇക്റാം ചെയ്യുക എന്ന് പറഞ്ഞു 3 കാര്യങ്ങളാണ് ഒരാൾ ഇക്റാം ചെയ്യേണ്ടത്. ഒന്ന് ഈസാലുൽ ഖൈരി ഇലൈഹി,
നന്മകളൊക്കെ അവരിലേക്ക് എത്തിക്കുക. 2 കഫുൽ അദാ അൻഹു, ഒരു ഷർറും അവരിലേക്ക് എത്തിക്കാതിരിക്കുക. 3 ഇആനത്തുഹു അലൽ ഖൈർ, എന്തെങ്കിലുമൊക്കെ നന്മയിൽ അവരെ സഹകരിക്കുക, അവരെ സഹായിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ സഹോദരങ്ങളെ, ഖൈർ അവരിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാ നിലക്കുള്ള ഖൈർ. ചിലത് നമ്മൾ നാവ് കൊണ്ട് ഉള്ള ചില ഖൈറുണ്ട്. നാവ് കൊണ്ട് ഉള്ള കാര്യങ്ങൾ അവരിലേക്ക് എത്തുന്നത് ഖൈർ മാത്രമേ എത്താൻ പറ്റുള്ളൂ. ഫല്യുക്രിം ജാറഹു എന്ന് പറഞ്ഞാൽ നിൻ്റെ അയൽവാസിയെ കുറ്റം പറഞ്ഞ് നടക്കരുത്. നാട്ടുകാരോട് എൻ്റെ അയൽവാസി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവനെ കുറ്റം പറഞ്ഞ് നടക്കരുത്. ഉള്ളതാണെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി. ഉള്ളതാണെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, നിൻ്റെ അടുത്ത് ഖൈർ മാത്രമേ അവനിലേക്ക് എത്താൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ നാവ് കൊണ്ടുണ്ടാകുന്നതാണ്. ഇനി അതല്ലാത്ത കാര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ ഹദിയ കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അവർക്ക് അയൽവാസികൾക്ക് കൊടുക്കേണ്ട കാര്യമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ അബാദർ ഇദാ തബഖ്ത മറക ഫഅക്സിർ മാഅഹ വതഅഹദ് ജീറാനക. നീ മറക്കുണ്ടാക്കുമ്പോൾ, മറക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചിയുടെ കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ടാക്കുന്ന, നമ്മൾ സൂപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇറച്ചിയുടെ കൂടെ വെള്ളമൊക്കെ ഉണ്ടാക്കുന്ന സൂപ്പോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കറികൾക്കാണ് മറക്കത്ത് എന്ന് പറയുന്നത്. അത് നീ ഉണ്ടാക്കുന്ന സമയത്ത് നിനക്ക് തികയുന്നില്ല, അപ്പുറത്തിപ്പുറത്തൊന്നും കൊടുക്കാൻ തികയുന്നില്ലെങ്കിൽ ഫഅക്സിർ മാഅഹ, നീ നല്ലോണം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചോ. എന്നിട്ട് വതഅഹദ് ജീറാനക, നിൻ്റെ അയൽവാസികളൊക്കെ ഒന്ന് പരിഗണിക്കുക എന്നാണ് പറഞ്ഞത്. ഇവിടെ പണ്ഡിതന്മാർ ആ തആഹദ എന്ന് പറയുന്ന വാക്കിനെ ഒന്നുകൂടി വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആതി ജീറാനക്, നിൻ്റെ അയൽവാസിക്ക് കൊടുക്കുക എന്ന് പറയുന്ന അറബിയിലെ വാക്കല്ല ഉപയോഗിച്ചത്. മറിച്ച് തആഹദ എന്ന് പറയുന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. ഒന്ന്, ഏറ്റവും ആവശ്യക്കാരായ അയൽവാസികളെ പരിഗണിക്കുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ വീട്ടിലൊരാൾ ബിരിയാണി വെച്ചു, തൊട്ടപ്പുറത്ത് കുറച്ച് പണക്കാരായ ആൾക്കാരുണ്ടാവും, അവരിടയ്ക്കിടയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും. ചിലപ്പോൾ ഇപ്പുറത്ത് അധികമൊന്നും ഇല്ലാത്ത ആളുകളുണ്ടാകും, കുറച്ച് സാധുക്കളുണ്ടാകും. അപ്പോൾ അവരെ ആദ്യം പരിഗണിക്കണം എന്നുള്ള വാക്കാണ് തആഹദ് ജീറാനക് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് തആഹുദ് എന്ന് പറഞ്ഞാൽ അത് തിക്റാർ എന്നുള്ള വാക്കാണ്. ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം. കൊല്ലത്തിൽ ഒരിക്കൽ കൊടുക്കുക അതോടെ അയൽവാസിയുടെ ബന്ധം അങ്ങനെയല്ല, ഇടയ്ക്ക് വേണം. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ അയൽവാസികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും കൊടുക്കുക എന്ന് പറയുന്ന ശീലം വേണം. അതാണ് തആഹദ് ജീറാനക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ അയൽവാസിയെ ആദരിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഈസാലുൽ ഖൈരി ഇലൈഹി, അവന് സാധിക്കുന്ന നന്മകളൊക്കെ ചെയ്തു കൊടുക്കുക. രണ്ടാമത്തത് അൻ തകുഫൽ അദാ അൻ, അവനെ ഒരു തരത്തിലും ദ്രോഹിക്കാതിരിക്കുക. നാവ് കൊണ്ടും നോക്കുകൊണ്ടും നിൻ്റെ കൈ കൊണ്ടും ഒരു നിലക്കും ഉപദ്രവിക്കാതിരിക്കുക. കാരണം ചില ഹദീസിൽ അങ്ങനെ ഉപദ്രവിക്കുന്നത് വളരെ വലിയ വൻ പാപമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുഅ്ദി ജാറഹു, ആരെങ്കിലും അള്ളാഹുവിൽ എന്ത് ദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയൽവാസി ഉപദ്രവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അതെല്ലാ ഉപദ്രവങ്ങളും അതിൽ ഉൾപ്പെട്ടു. നാവ് കൊണ്ടുവന്നോ കൈ കൊണ്ട് അടിക്കാമെന്നോ ഒന്നുമില്ല. വേറെ ചില റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിൻ വല്ലാഹി ലാ യുഅ്മിൻ വല്ലാഹി ലാ യുഅ്മിൻ, അള്ളാഹുവാണ് ഒരുവൻ മുഅ്മിനാവുകയില്ല, അള്ളാഹുവാണ് ഒരുവൻ മുഅ്മിനാവുകയില്ല, അള്ളാഹുവാണ് ഒരു മുഅ്മിനാവുകയില്ല എന്ന് പറഞ്ഞു. മൻ യാ റസൂലല്ലാഹ്, സഹാബത്ത് ചോദിച്ചു ആരാണവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലാ യഅ്മനു ജാറുഹു ബവാഇഖഹ, ആരാണ് തൻ്റെ അയൽവാസിയുടെ ഉപദ്രവത്തിൽ നിന്നും നിർഭയനല്ലാതിരിക്കുന്നത്. കാരണം അയൽവാസിയെ കൊണ്ട് എപ്പോഴും പേടിയാണ്, ഏതെങ്കിലും രൂപത്തിൽ അവനെ ആക്രമിക്കും. നമ്മളിവിടെ ഇല്ലെങ്കിൽ മോഷ്ടിച്ചു കൊണ്ടുപോകും. ഇനി ഉണ്ടായാൽ തന്നെ ഏതെങ്കിലും രൂപത്തിൽ പ്രയാസങ്ങൾ, അവൻ്റെ വീട്ടിലത്തെ മാലിന്യം ഇങ്ങോട്ട് കൊണ്ടിടുക, അവൻ്റെ വീട്ടിലത്തെ ആ രൂപത്തിൽ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ അയൽവാസിയെ പ്രയാസപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ വലിയ ഗൗരവമുള്ള കാര്യമാണ്. മാത്രമല്ല പണ്ഡിതന്മാർ ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, അയൽവാസിയെ ദ്രോഹിക്കുക എന്ന് പറയുന്നത് അയൽവാസി അല്ലാത്ത ഒരാളെ ദ്രോഹിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി കുറ്റം കിട്ടുന്ന കാര്യമാണ്. 10 ഇരട്ടി കുറ്റമായിരിക്കും. അഥവാ അയൽവാസിയെ ചീത്ത പറഞ്ഞാൽ അയൽവാസി അല്ലാത്ത ഒരാളെ ചീത്ത പറഞ്ഞതിൻ്റെ 10 ഇരട്ടി കുറ്റമാണ്. അയൽവാസിയെ ഗീബത്ത് പറഞ്ഞാൽ മറ്റൊരാളെ ഗീബത്ത് പറയുന്നതിനേക്കാൾ 10 ഇരട്ടി കുറ്റമാണ് അവനുണ്ടാകുക എന്നുള്ളതാണ്. ഇതിന് തെളിവായി പണ്ഡിതന്മാർ പറഞ്ഞൊരു ഹദീസ്, ലഅൻ യസ്നിയ റജുലു ബിഅശ്രി നിസ്വ, ഒരു വ്യക്തി 10 സ്ത്രീകളെ വ്യഭിചരിക്കലാണ് ഐസറു അലൈഹി മിൻ അൻ യുസാനി ഹലീനത ജാരി, തൻ്റെ അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കുന്നതിനേക്കാളും അവന് എളുപ്പമായിട്ടുള്ളത്, അഥവാ അതാണ് കൂടുതൽ ഗൗരവമുള്ളത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരു തിന്മയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. ഇതേപോലെ തന്നെയാണ് പണ്ഡിതന്മാർ പറയുന്നത്, എല്ലാ തിന്മകളും അയൽവാസിയോട് ചെയ്യുന്നതാണെങ്കിൽ അത് 10 ഇരട്ടി ഗൗരവമുള്ളതാണ്. 10 ഇരട്ടി ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് അയൽവാസിയുടെ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ടാമത്തെ കാര്യമാണ്. നമുക്ക് ചിലപ്പോൾ ചില നന്മകൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മൾ ഇക്റാമിലൊരു വീഴ്ച വരുത്തിയിട്ടുണ്ട്. പക്ഷേ തിന്മകൾ അവർക്ക് ചെയ്യേണ്ട, ഉപദ്രവിക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്, വലിയ ഗൗരവമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഈ ഹദീസിലുള്ള രണ്ടാമത്തെ കാര്യം, അയൽവാസിയുമായി ബന്ധപ്പെട്ട കാര്യം. മൂന്നാമത് നമ്മൾ അയൽവാസിക്കുള്ള ഹക്കിൽ പറഞ്ഞിട്ടുള്ളത് അവനെ ഇആനത്തുഹു അലൽ ഖൈർ, നന്മയിൽ എപ്പോഴും അവനെ സഹായിക്കുക എന്നാണ്. എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ, അല്ലെ അവൻ്റെ വീട്ടിൽ
എന്തെങ്കിലും ജോലി നടക്കുന്നു, വീട്ടിലെന്തെങ്കിലും പണി നടക്കുന്നു, സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുമോ? കൊടുക്കുക. ഇനി അതിന് പറ്റൂല, പോയിട്ട് നമുക്ക് ശാരീരികമായി എന്തെങ്കിലുമൊക്കെ നമ്മളൊരു ആരോഗ്യം വെച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അവന് സഹായിക്കാൻ പറ്റുമോ? സാധിക്കുക, അതൊക്കെ ചെയ്യുക. അതൊക്കെ അയൽവാസിയോട് ചെയ്യേണ്ട ഹക്കിൽപ്പെട്ട ബാധ്യതയിൽപ്പെട്ട കാര്യമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിലെ മൂന്നാമത്തെ കാര്യം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫഹു. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അതിഥിയെ ആദരിക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരി സഹോദരങ്ങളെ, അതിഥി എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലുള്ള അതിഥികളുണ്ട്. ഒന്ന് നമ്മുടെ നാട്ടിൽ നിന്നല്ല, മറ്റൊരു നാട്ടിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് വരുന്ന അതിഥികളുണ്ട്, അല്ലേ? നമ്മളിവിടെ കോട്ടക്കലുകാരാണ്, കുഴിപ്പുറംകാരാണ്, ഒരാൾ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ്, അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ്, അതിഥികളാണ്. വേറൊരു നാട്ടിൽ നിന്ന് വരുന്ന അതിഥികളാണ്. ചിലപ്പോൾ അടുത്ത സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടാകും, അടുത്ത സ്റ്റേറ്റ് അല്ലെങ്കിൽ അടുത്ത ജില്ലകളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട്, ചിലപ്പം വേറെ വിദേശത്തു നിന്ന് വരുന്ന ആൾക്കാരുണ്ടാകും. ഇത് വേറെ നാട്ടിൽ നിന്ന് വരുന്ന അതിഥികളാണ്, അതൊരു വിഭാഗമാണ്. രണ്ടാമത്തത് എന്താണ്? നമ്മളെ തൊട്ടടുത്ത ആൾക്കാർ തന്നെ ചിലപ്പോൾ അടുത്ത മഹലിൽ നിന്നൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥിയായിട്ടൊക്കെ വരും. ഈ രണ്ട് രൂപത്തിൽ അതിഥികളുണ്ട്. ഇതിന് രണ്ട് അഹ്കാമാണ്. അതിലാദ്യത്തെ അതിഥികളെ ആദരിക്കുക എന്നുള്ളതാണ് നിർബന്ധമായി മാറുന്നത്. അതിലാദ്യത്തെ അതിഥികളെ ആദരിക്കുക എന്നുള്ളതാണ് നിർബന്ധമായി മാറുന്നത്. എങ്ങനെയാണ് ആദ്യത്തെ അതിഥികളെ ആദരിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫഹു ജായിസതുഹു. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ അതിഥിയെ ഒരു ജായിസത്ത് കൊണ്ട് ആദരിക്കട്ടെ എന്ന് പറഞ്ഞു. സഹാബത്ത് ചോദിച്ചു, വമാ ജായിസതുഹു യാ റസൂലല്ലാഹ്, എന്താണ് ജായിസത്ത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാൽ യൗമുൻ വലൈല, ഒരു രാത്രിയും പകലും, ഒരു 24 hours നിൻ്റെ അയൽവാസിയെ ആദരിക്കൽ അത് നിർബന്ധമാണ് എന്നാണ് പറയുന്നത്. വദിയാഫ സലാസത്തു അയ്യാം, 3 ദിവസമാണ് ദിയാഫത്ത്, അതിഥി സൽക്കാരം 3 ദിവസം വരെ പോകും. അതിൽ ആദ്യത്തെ ദിവസം നിർബന്ധമാണ്, ബാക്കിയുള്ള 2 ദിവസം അത് മുസ്തഹബാണ്. ആദ്യ ദിവസം കൊടുക്കൽ നിർബന്ധമാണ്, ബാക്കിയുള്ള 2 ദിവസം മുസ്തഹബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമാ കാന ഫൗക ദാലിക ഫഹുവ സദഖ, ഇനി അതിനേക്കാളും കൂടുതൽ നീ അതിഥിയെ ആദരിക്കുന്നുണ്ടെങ്കിൽ അത് സദഖയാണ്. അപ്പോൾ 3 ഇനമായിട്ടാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? അതിഥിയുടെ ആദരിക്കൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ 3 ദിവസമുണ്ട്. ഒന്നാമത്തെ ദിവസം നിർബന്ധമാണ്, രണ്ടാമത്തെ ദിവസം സഹോദരങ്ങളെ അത് വളരെയധികം പുണ്യമുള്ള കാര്യമാണ്. എന്നാൽ 3 മുതൽ അങ്ങോട്ടേക്കുള്ള ദിവസങ്ങൾ അത് സ്വതക്കയാണ്, നീ കൊടുക്കുന്ന സ്വതക്കയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇനി സഹോദരങ്ങളെ, ഇവിടെ പണ്ഡിതന്മാർ പിന്നീട് ചർച്ച ചെയ്തത് എല്ലാ സ്ഥലത്തും അതിഥിയെ ആദരിക്കൽ നിർബന്ധമാണോ? ചില പണ്ഡിതന്മാർ പറഞ്ഞു ഗ്രാമങ്ങളിലാണ് അതിഥിയെ ആദരിക്കൽ നിർബന്ധമായി തീരുന്നത്. ഗ്രാമങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിഥിയെ സംബന്ധിച്ചിടത്തോളം അവിടെ വന്നാൽ താമസിക്കാൻ ഒരു വാടക വീടോ അല്ലെങ്കിൽ വീടോ ഒന്നും കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഒരു ഹോട്ടൽ റൂം കിട്ടുകയില്ല. അതുപോലെ പഴയ കാലത്താണെങ്കിൽ അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കാനുള്ള മറ്റ് സൗകര്യങ്ങളും പൊതുവെ ഗ്രാമങ്ങളിൽ കാണുകയില്ല. അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളിലാണ് അതിഥിയെ ആദരിക്കൽ നിർബന്ധമായി തീരുന്നത് എന്നാണ്. അതിഥി വന്നതൊരു പട്ടണത്തിലാണ്, ഒരു സിറ്റിയിലാണ് എങ്കിൽ നിർബന്ധമായി തീരുന്നില്ല എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. എന്നാൽ ചിലർ പറഞ്ഞു അല്ല, അതിഥി വന്നാൽ എങ്ങനെയായാലും ഒരു ദിവസം നിർബന്ധം തന്നെ. അത് നീ ഇപ്പോൾ കോട്ടക്കലങ്ങാടിയാണ് നിൻ്റെ വീട് എങ്കിലും ശരി നിനക്ക് നിർബന്ധമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പുറത്ത് നീ ഒരു ഗ്രാമത്തിലാണ് ആണെങ്കിലും ശരി ഒരു ദിവസം കൊടുക്കൽ നിർബന്ധമാണ്. ഒരു ദിവസം കൊടുക്കൽ നിർബന്ധമാണ്. ബാക്കിയുള്ള 2 ദിവസവും വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നീട് അങ്ങോട്ട് നിൻ്റെ സ്വതക്കയാണ്, നിനക്ക് അവിടെ നിർത്തുകയോ നിർത്താതിരിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഇക്രാം ചെയ്യേണ്ടത്? എങ്ങനെയാണ്, എന്താണ് ഇക്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് പണ്ഡിതന്മാർ പറഞ്ഞു, ബിസ്സുക്ന വൽ ഇത്ആം, അവന് താമസത്തിന് സ്ഥലം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക. അപ്പോൾ താമസത്തിന് സ്ഥലം കൊടുക്കുക, ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത് എല്ലാവർക്കും അത് സാധിച്ചോളണമെന്നില്ല. ചില ആളൊരു വാടക വീട്ടിലാണ്, ഒറ്റ മുറിയേ ഉള്ളൂ, അല്ലെങ്കിൽ 2 മുറിയുണ്ട്, 2 മുറിക്ക് അകത്ത് ആളും ഉണ്ട്. അപ്പോൾ അവൻ എന്ത് ചെയ്യുക? അവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ ബാധ്യതയില്ല. അവൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇയാൾക്ക് വേണ്ടി ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്ത് കൊടുക്കണം. അത് അതിഥിയെ ആദരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി അതിനും വകുപ്പില്ല, അതിനൊരു ഹോട്ടൽ റൂം എടുത്തു കൊടുക്കാനുള്ള സാമ്പത്തികമായ കഴിവൊന്നുമില്ലെങ്കിൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റവുമില്ല. എന്നാൽ ഒരാളുടെ വീട്ടിൽ അത്യാവശ്യം മുറികളുണ്ട് എങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു, അയാൾ സാമ്പത്തികമായി അയാൾ പുറത്ത് റൂം എടുത്തു കൊടുക്കുന്നതിനേക്കാളും ഹൈറായിട്ടുള്ള കാര്യം അവൻ്റെ വീട്ടിൽ തന്നെ താമസിപ്പിക്കുക എന്നുള്ളതാണ്. ഇതാണ് അവൻ്റെ സുക്ന, താമസവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു. അതിഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 2 കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഒന്ന് താമസ സൗകര്യമാണ്, 2 ഭക്ഷണമാണ്. അപ്പോൾ താമസ സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ അത് ഒരുക്കി കൊടുക്കുക. അതല്ലെങ്കിൽ സാമ്പത്തികമായ കഴിവുണ്ടെങ്കിൽ അവർക്ക് അതിനു വേണ്ടി ഒരു റൂം ഒരു ദിവസം നമ്മൾ ബുക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ നിർബന്ധ ബാധ്യതയാണ് എന്നാണ് പറയുന്നത്. അതുപോലെ ആ ദിവസത്തേക്കുള്ള ഭക്ഷണവും നമ്മളെ വകയായിരിക്കണം.
നമ്മളെ വകയായിരിക്കണം. ആ ദിവസത്തേക്കുള്ള ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണമൊക്കെ നമ്മളെ വകയായിരിക്കണം എന്നാണ് സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത്. ഇനി പണ്ഡിതന്മാർ പറയുന്നു, ഇതിനോടൊപ്പം ചില 2 കാര്യങ്ങൾ കൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട്. അത് നമ്മുടെ മുഖപ്രസന്നതയോടുകൂടി നല്ല സംസാരങ്ങളോടുകൂടി ആയിരിക്കണം അതിഥിയെ ആദരിക്കേണ്ടത്. നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വീടും കൊടുക്കുന്നുണ്ട്, പക്ഷെ മുഖം ആകെ ഒരു പ്രയാസം പോലെ, അതിഥി വന്ന ഒരു പ്രയാസം നമ്മൾ മുഖത്ത് കാണിക്കുകയാണെങ്കിൽ അതിഥിയെ സംബന്ധിച്ചിടത്തോളം അതിൽ യാതൊരു മാനസികമായ ഒരു സന്തോഷം ഉണ്ടാവാൻ സാധ്യതയില്ല. അല്ല, നമ്മൾ വീടൊക്കെ കൊടുത്ത് റൂമൊക്കെ കൊടുത്ത് അവിടെ കിടന്നോ അവിടെ ഭക്ഷണം കൊടുക്കുന്നു, നമുക്കൊരു സന്തോഷമില്ല. നമ്മൾ മുഖം ഇങ്ങനെ ഒരു മൂടിക്കെട്ടിയതുപോലെ നിൽക്കുകയാണെങ്കിൽ അത് ശരിയല്ല. മറിച്ച് അവരെ നമുക്ക് എത്ര പ്രയാസമുള്ള അവസ്ഥയിലാണെങ്കിലും ശരി, അങ്ങനെയുള്ളതാണെങ്കിലും ശരി, നമ്മൾ അവരെ വളരെ സന്തോഷത്തോടു കൂടി വിളിക്കുക നിൽക്കണം, ആ രൂപത്തിലൊക്കെ സംസാരിക്കണമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അദബിൽപ്പെട്ടതാണ്, മര്യാദയിൽപ്പെട്ടതാണ്. നീ അവരോട് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറയുന്നത് അല്ല, മറിച്ച് ഭക്ഷണം തയ്യാറാക്കി കൊടുക്കലാണ്. അവർ കഴിക്കട്ടെ, അല്ലെങ്കിൽ കഴിക്കേണ്ടതില്ല, ഞാൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കല്ലേ ഇങ്ങനെ ചോദിക്കുന്നതല്ല അതിൻ്റെ മര്യാദ. മറിച്ച് അവർ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം അങ്ങോട്ട് തയ്യാറാക്കി കൊടുക്കലാണ്. അവർ കഴിക്കുകയാണെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ നമ്മളും അടുത്ത വീട്ടുകാർക്കൊക്കെ കൊടുത്തിട്ട് അത് തീർക്കുക എന്നുള്ളതാണ്. അതല്ലാതെ അവരോട് 2-3 പ്രാവശ്യം കഴിച്ചു പോവല്ലേ, തിന്നു പോവല്ലേ, അല്ല, അത് മര്യാദയിൽപ്പെട്ടതല്ല. അവർ വന്നു എന്ന് കണ്ടാൽ പണ്ഡിതന്മാർ പറയുന്നു, എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ട ഭക്ഷണത്തിനുള്ള കാര്യം അവരറിയാതെ ഒരുക്കുക എന്നുള്ളതാണ് അവരുടെ മര്യാദയിൽപ്പെട്ടത്. പഴയ കാലത്തൊക്കെ വളരെ കൃത്യമായി നമ്മുടെ ആളുകൾക്ക് ശ്രദ്ധിച്ചിരുന്നു. അല്ല, അതുകൊണ്ടാണ് പൊതുവെ എന്ത് ചെയ്യും, അതിഥികൾ വന്നു കഴിഞ്ഞാൽ പുറകു പക്ഷത്തെ കൂടിയാണ് കുട്ടികളൊക്കെ അങ്ങാടിയിലേക്കൊക്കെ പറഞ്ഞയക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? അത് സുന്നത്താണ്. കാരണം അത് മര്യാദയിൽപ്പെട്ടതാണ്. അവരുടെ മുന്നിൽ നമ്മൾ പോകുന്നുണ്ടാവും, ചിലപ്പോൾ തടയാനൊക്കെ സാധ്യത, അത് വേണ്ട, ഒന്നും നിങ്ങൾ ഉണ്ടാക്കണ്ട, അങ്ങനെ ആക്കണ്ട, ആ രൂപത്തിലൊക്കെ തടയാനൊക്കെ സാധ്യത, ഒന്നും വാങ്ങിക്കരുത് എന്നൊക്കെ അവർ പറയും. പക്ഷേ നമ്മുടെ ബാധ്യതയാണ് അവരെ ആദരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അവരറിയാതെ പെട്ടെന്ന് ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. പെട്ടെന്ന് ചെയ്യുക. അല്ല, ചില ആളുകൾ തീരെ വളരെ ഇതായിരിക്കും, അതിഥി ആദരിക്കുകയൊക്കെ ചെയ്യും. അതിഥിയുടെ എല്ലാ വിശപ്പും കെട്ടിട്ട് ഉച്ചക്ക് 3 മണിക്കൊക്കെ ഭക്ഷണം കൊടുക്കും. ചിലപ്പോൾ അതിഥി 11 മണിക്കും 12 മണിക്കും വന്നതായിരിക്കും. നമ്മളെല്ലാ പണിയൊക്കെ കഴിഞ്ഞ് 3 മണിക്കൊക്കെ, അങ്ങനെ 4 മണിക്ക്, അങ്ങനെ അത്രയും നേരം, അങ്ങനെയല്ല. അത് മര്യാദയിൽ കുറവ് വരികയാണ്. നമ്മൾ കൊടുത്തോന്ന് ചോദിച്ചാൽ കൊടുത്തിട്ടുണ്ട്, താമസം ഉണ്ടോ ചോദിച്ചാൽ താമസമുണ്ട്. പക്ഷെ അത് വേഗത്തിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ അതിൻ്റെ മര്യാദ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതെല്ലാം നമ്മൾ പറഞ്ഞത് പുറത്ത് നാട്ടിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാലുള്ളതാണ്. ഇനി നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ ഒരാൾ അതിഥിയായിട്ട് വന്നാൽ അത് നമുക്ക് മുസ്തഹബായ കാര്യമാണ്, ഒരു നല്ലൊരു നാട്ടു നടപ്പിൻ്റെ കാര്യം. നമുക്ക് അതിൽ നിർബന്ധമൊന്നുമില്ല അയാളെപ്പോൾ ആദരിച്ച് അന്ന് ഭക്ഷണം കൊടുക്കാമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പുറത്തെ 2 വീട്ട് അപ്പുറത്ത് നിന്ന് ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ അയാൾക്ക് ഭക്ഷണം കൊടുത്ത് ആദരിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമൊന്നുമല്ല. ഈ ഹദീസിൽ പറയുന്ന താക്കീതുകളൊന്നും അതിൽ വരുന്നില്ല, മറിച്ച് കൊടുത്താൽ നല്ലതാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, ഒരാളുടെ കഴിവിൽപ്പെട്ടതിനപ്പുറത്ത് പണം കൊണ്ട് അതിഥി ആദരിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. ഒരാളുടെ അടുക്കൽ അങ്ങനെ ഒരുപാടൊന്നുമില്ല, അപ്പോൾ അതിനേക്കാൾ അപ്പുറത്ത് കൊടുത്തിട്ട് നമുക്ക് അതിഥിയെ ആദരിക്കാമോ എന്നാണ് ചോദ്യം. പണ്ഡിതന്മാർ പറയുന്നു, 3 നിബന്ധനകളോടുകൂടി അത് അനുവദനീയമാണ്. 3 നിബന്ധനകളോടുകൂടി അത് അനുവദനീയമാണ്. ഒന്നാമത്തെ കാര്യം, അയ്യക്കൂന മിമ്മ ഇൻദൽ ഇൻസാൻ, ഒരാളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് അവൻ കൊടുത്താൽ മതി. അതായത് ഇപ്പോൾ അതിഥി വന്നത് 2 ആളാണ്. നമ്മളൊരു അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു കോഴി 2 ആളിപ്പോൾ സർവ്വസാധാരണമായി, അതുകൊണ്ട് അത് ഉദാഹരണം ശരിയാവില്ല. ഇപ്പോൾ അതിഥി വന്നത് ഒരു 5 ആളാണ്, നമ്മളൊരു ആടിനെ അറുത്ത് കൊടുത്തു. സാധാരണ 5 ആളുകൾ കൂടി ഒരു ആടിനെ കഴിക്കൽ പൊതുവെ കുറവാണ്, അത് അനുവദനീയമാണ്. 5 ആളുകൾക്ക് ഒരാടിനെ, കാരണം ഇവിടെ ഹദീസിൽ തെളിവുണ്ട്, 5 ആളുകൾ വന്നപ്പോൾ ഒരു ആടിനെ അറുത്ത് കൊടുക്കുക എന്നുള്ളത് അത് നല്ല കാര്യമാണ്. അഥവാ അവർക്ക് കൊടുക്കേണ്ടതിനപ്പുറത്തേക്ക് നമ്മൾ കൊടുക്കുകയാണ്. പക്ഷെ 3 നിബന്ധനയുണ്ട്. ഒന്നാമത്തത് അയ്യക്കൂന മിമ്മ ഇൻദൽ ഇൻസാൻ, നമ്മുടെ അടുത്തുള്ളതായിരിക്കണം. നമ്മുടെ അടുത്ത് ഒരു ആട് ഇറക്കേണ്ട പൈസ ഒന്നും നമ്മുടെ അടുത്തില്ല, ഒരു ആട് വീട്ടിലില്ല, നമ്മൾ അപ്പുറത്തൊക്കെ പോയി കടമൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് കൊടുക്കേണ്ടതില്ല. നമുക്ക് ആട് പറ്റൂലേക്ക് നമ്മൾ ഇറച്ചി കൊടുത്താൽ മതി, അല്ലെങ്കിൽ കോഴി കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? അതിനപ്പുറത്തേക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ആദരിക്കാൻ വേണ്ടി നമ്മൾ ഇല്ലാത്ത കാര്യം വെച്ച് ചെയ്യേണ്ടതില്ല എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അമറനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ നതകല്ലഫ ലിദ്ദൈഫ് വഅൻ നദഅ ലഹുൽ ഹാദിർ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, അതിഥിയുടെ കാര്യത്തിൽ നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല, ഉള്ളത് വെച്ചു കൊടുത്താൽ മതി എന്നുള്ളത്. അല്ലേ, നമ്മുടെ കയ്യിലില്ല, ഒന്നുമില്ല, നമ്മൾ അപ്പുറത്തവൻ്റെ അടുത്ത് കടം വാങ്ങിയാൽ അപ്പുറത്തെ കോഴിക്കടയിൽ പോയി കടത്തിന് വാങ്ങി ആ കടക്കന് വീട്ടാൻ വലിയ പ്രയാസമാണ്. അങ്ങനെ ചെയ്യേണ്ടതില്ല. മറിച്ച് നമ്മൾ അടുക്കലുള്ളത് വെച്ചു കൊടുത്താൽ മതി എന്നാണ്. ഈ ഹദീസ്
സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു ദരിദ്രനായി ജീവിച്ച സ്വഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് 2 അതിഥികൾ വന്നപ്പോൾ അദ്ദേഹം വെച്ചു കൊടുത്തത് ഒരു റൊട്ടിയും ഉപ്പുമാണ്. ചിലർ അത്ഭുതപ്പെട്ടു, റൊട്ടിയും ഉപ്പുമാണ്. അപ്പം അദ്ദേഹം ഈ ഹദീസാണ് ഉദ്ധരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, നമ്മൾ കയ്യിലില്ലാത്ത കൊടുക്കേണ്ടതില്ല, അദ്ദേഹത്തിന് വേറെ കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ അതിഥിയിൽപ്പെട്ട ഒരാൾ ജഅത്തർ ഉണ്ടോ കൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അപ്പുറത്ത് എവിടുന്ന് വാങ്ങി ജഅത്തർ വാങ്ങി കൊടുത്തു എന്ന് കാണാം. അത് അവർ പിന്നെ എന്ത് ചെയ്യണ്ട, അദ്ദേഹത്തെ മോശം പറയണ്ട എന്ന് വിചാരിച്ചിട്ട് അതുപോലും അദ്ദേഹത്തിൻ്റെ അടുത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു സാധുവായ ഒരാളുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യേണ്ടതില്ല, അയാളുടെ കഴിവിൽപ്പെടാത്ത നിലക്ക് ആളുകൾ ആദരിക്കാൻ വേണ്ടി കുറേ അങ്ങ് ഒരുക്കുക എന്നുള്ളത് അത് സുന്നത്തല്ല, അതങ്ങനെ മനസ്സിലാക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ബുദ്ധിമുട്ടേണ്ടതില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴും ശ്രദ്ധിക്കുക. രണ്ടാമത്തെ നിബന്ധന അല്ലാ യഅഖിബുഹു ഇസ്റാഫ്. ഇത് ഒരുക്കി കഴിഞ്ഞാൽ അതൊരു ദുർവ്യയമായി തീരാൻ പാടില്ല. എന്നാൽ ആടിനെ അറുത്തിട്ട് 3 ആൾ കഴിച്ചു 4 ആൾ കഴിച്ചു പിന്നെ ഇത് കൊണ്ട് കളയേണ്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരുക്കരുത്. മറിച്ച് പണ്ഡിതന്മാർ പറയുന്നു അതൊന്നുകിൽ ബാക്കി നിങ്ങൾ കഴിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവാസികൾക്കൊക്കെ കൊടുക്കണം. അതൊക്കെ നല്ല കാര്യമാണ്. ആടിനറുത്ത് 4 ആൾക്ക് കൊടുത്താൽ അവർ കുറച്ച് കഴിച്ചിട്ട് അവർ പോകും, ബാക്കി എന്ത് ചെയ്യണം, ബാക്കി നമ്മൾ കൊടുക്കണം, തിന്നണം, അപ്പുറത്തെ വീട്ടിലൊക്കെ കൊടുക്കണം. ഈ രൂപത്തിൽ അത് എല്ലാവർക്കും കൊടുത്ത് തീർക്കുകയാണെങ്കിൽ അത് യാതൊരു കുഴപ്പമില്ല. നമ്മുടെ കയ്യിൽ ഉള്ളതിനേക്കാളും കൂടുതൽ കൊടുക്കാം. മൂന്നാമത്തത് അല്ലാ യകൂന ദാലിക അലാ സബീൽ തഫാഖുർ. ഒരു പൊങ്ങച്ചത്തിന് വേണ്ടി ആക്കാൻ പാടില്ല, അല്ലേ? പലപ്പോഴും ഇന്ന് അങ്ങനെയാണെന്ന് തോന്നിപ്പോവുകയാണ്. കാരണം പല സൽക്കാരങ്ങളും അവിടെയുള്ള പുതിയാപ്പിള സൽക്കാരത്തിൽ ഇന്ന വിഭവങ്ങൾ വന്നിട്ടുണ്ട്, അപ്പം നമ്മൾ കുറക്കാൻ പാടില്ല. അങ്ങനെ ഒരു പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇതായിപ്പോകുന്നത്. നമ്മൾ അത്രയും കൊടുക്കാൻ പാടില്ല. ആ രൂപത്തിൽ പൊങ്ങച്ചത്തിന് വേണ്ടി ചെയ്യുന്ന രൂപത്തിലാകാൻ പാടില്ല. അതല്ല എങ്കിൽ സഹോദരങ്ങളെ, വന്ന ആളുകൾക്കുള്ളതിനേക്കാളും കൂടുതൽ ഒരുക്കുക എന്നുള്ളത് സുന്നത്ത് തന്നെയാണ്. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. 2 or 3 ഭക്ഷണമൊക്കെ ഒരുക്കുക എന്നുള്ളത് തെറ്റൊന്നുമല്ല. മറിച്ച് ഈ പറഞ്ഞ നമ്മളെ കയ്യിലുള്ളതേ ചെയ്യേണ്ടുള്ളൂ. ഇല്ലാത്തവൻ വെറുതെ ഉള്ള ആളുകൾ കണ്ടിട്ട് ചെയ്യേണ്ടതില്ല. രണ്ടാമത് അതൊരു ദുർവ്യയം ഉണ്ടാകാൻ പാടില്ല, വേസ്റ്റാക്കി കളയുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മൂന്നാമത് പൊങ്ങച്ചത്തിന് വേണ്ടി ആകാൻ പാടില്ല. ഈ 3 കാര്യങ്ങളിൽ നിന്നും ഒഴിവായാൽ നമുക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ ആളുകളെ സൽക്കരിക്കാം. അതൊന്നും തെറ്റല്ല. നല്ല രൂപത്തിൽ ഒരുപാട് പാനീയങ്ങൾ, ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി അതിഥിയെ സൽക്കരിക്കാം. അത് അതിഥി സൽക്കാരവുമായി ബന്ധപ്പെട്ട, അവരെ ആദരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മുസ്ലിമീങ്ങളിൽ പലരും അത് പുലർത്തി പോരാറുണ്ട് എന്നുള്ളത് വലിയൊരു നന്മയായിട്ട് ഇന്നും ബാക്കി നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഹദീസിൽ നിന്നുള്ള അവസാനത്തെ ഒരു ഫായിദ സഹോദരങ്ങളെ, അമലുകൾ ഈമാനിൽപ്പെടും, കർമ്മങ്ങൾ വിശ്വാസത്തിൽപ്പെടും എന്നുള്ളത് ഈ ഹദീസിൽ തെളിവുണ്ട്. കാരണം മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അപ്പം നാവ് കൊണ്ടുള്ള പറച്ചിൽ ഈമാനാണ് എന്ന ഹദീസിലുണ്ട്. രണ്ടാമത് പറഞ്ഞു മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറഹു, അതിഥി ആദരിക്കട്ടെ, ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈമാൻ എന്ന് പറഞ്ഞാൽ വെറും മനസ്സിലുള്ള വിശ്വാസമല്ല, നാവ് കൊണ്ട് പറയുന്ന നല്ല വാക്ക് ഈമാനാണ്. അതിഥി ആദരിക്കൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ അയൽവാസി ആദരിക്കൽ ഒരുപാട് കർമ്മങ്ങൾ തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അതെല്ലാം ഈമാനാണെന്ന് പറഞ്ഞത്. അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അടിസ്ഥാനങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യമാണ്. അമലുകൾ, കർമ്മങ്ങൾ അത് വിശ്വാസത്തിൽ ഉൾപ്പെടും എന്നുള്ള കാര്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഈ ഹദീസിൽ ഒരുപാട് ഫായിദകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അത് ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. അദബുകളുടെ വലിയൊരു അടിസ്ഥാനമായി ഹദീസിനെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.